അള്ളാഹുവിൻ്റെ പവിത്രമായ പള്ളിയിൽ വിശുദ്ധമായ റമദാനിൻ്റെ കാരുണ്യത്തിൻ്റെ ദിനങ്ങളിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ നമ്മൾ ഇരിക്കുന്നത് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ആറടി മണ്ണിലാണ്. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്ത് ഖുറൈശ്, അനുഗ്രഹങ്ങളെ വിസ്മരിക്കാതിരിക്കുക എന്നതാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫീൽ കഴിഞ്ഞാൽ പിന്നെ വരുന്ന അധ്യായമാണ് സൂറത്ത് ഖുറൈശ്. മക്കയിൽ അവതരിച്ച സൂറയാണ്. ഈ സൂറത്ത് 19ാമത്തെ സൂറയായിട്ടാണ് ഭൂമിയിൽ അവതരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവതരണത്തിലെ ക്രമം നമ്മൾ പരിഗണിക്കുമ്പോൾ 19ാമതായി ഇറങ്ങിയ സൂറയാണ് സൂറത്ത് ഖുറൈശ് എന്നത്. അവതരണ പശ്ചാത്തലം ഒന്ന് വേറെ, വിശുദ്ധമായ ഖുർആനിൽ വന്ന ഓർഡർ ഒന്ന് വേറെയാണ്. രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ബഖറയിൽ തന്നെ മക്കയിൽ അവതരിച്ച ആയത്തുകളുണ്ടാവും, മദീനയിൽ വെച്ച് അവതരിച്ച ആയത്തുകളുണ്ടാവും. അതിനെ എങ്ങനെ എഴുതണം, എവിടെ എഴുതണം, ഖുർആനിൽ എവിടെ വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക പിന്നീട്. അപ്പോ മക്കയിൽ അവതരിച്ച സൂറകളിൽ 19ാമത്തെ അവതരിപ്പിച്ച സൂറയാണ് സൂറത്ത് ഖുറൈശ്. അതിന്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയ സൂറത്തു തീനായിരുന്നു. ആ സൂറ ഇറങ്ങിയതിനു ശേഷമാണ് സൂറത്ത് ഖുറൈശ് അവതരിക്കുന്നത്. നമുക്ക് ആദ്യം ആ സൂറയുടെ അർത്ഥം ഒന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ നേരെ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. നമ്മളിൽ വലിയ വലിയ ആളുകൾക്ക് വരെ പിശക് പറ്റുന്ന ഒരു ഭാഗമാണിത്. അല്ലദീ അത്അമഹും മിൻ ജൂ' എന്നിടത്ത് വഖഫില്ല. അവിടെ കൊണ്ടുപോയി വഖഫ് ചെയ്യാൻ പാടില്ല, അവിടെ വഖഫില്ല. അതിന്റെ തൊട്ട് മുമ്പ് വഖഫുണ്ട്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവിടെയാണ് ആയത്ത് അവസാനിക്കുന്നത്. അല്ലദീ അത്അമഹും മിൻ ജൂ'ഇൻ വആമനഹും മിൻ ഖൗഫ്, ഒറ്റ ആയത്താണ്. അല്ലദീ അത്അമഹും മിൻ ജൂ' എന്നിടത്ത് പിന്നെ പലരും ചിലപ്പോൾ കൂട്ടി ഓതുമ്പോൾ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ', ഒരു സുഖത്തിന് അവിടെ നിർത്താം, അവിടെ വഖഫില്ല. ബൈത്തിലാണ് വഖഫുള്ളത്. 4 ആയത്താണ് ഈ സൂറയിൽ. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ'ഇൻ വആമനഹും മിൻ ഖൗഫ്. 4 ആയത്തുകൾ. എന്താണ് ഇതിന്റെ അർത്ഥം? ലഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് ഇണക്കി കൊടുത്തതിന് വേണ്ടി, സൗകര്യപ്പെടുത്തി കൊടുത്തതിന് വേണ്ടി. ഈലാഫിഹിം, അത് തന്നെ ആവർത്തിക്കാം. ഈലാഫിഹിം, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തതിന് വേണ്ടി. എന്ത്? റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ്, അവരുടെ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രകൾ അല്ലാഹു സൗകര്യപ്പെടുത്തി കൊടുത്തതിന് വേണ്ടി. ഫൽയഅ്ബുദു, അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിക്കട്ടെ. എന്ന് പറഞ്ഞാൽ കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ അവർ ആരാധിക്കട്ടെ. അല്ലദീ, ആ റബ്ബ് ഒരുത്തനാണ്. അത്അമഹും മിൻ ജൂഇൻ, അവർക്ക് പട്ടിണിയിൽ നിന്ന്
ഭക്ഷണം കൊടുത്തവനുമാണ്, വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകിയവനുമാണ്. ഇതാണ് 4 ആയത്തുകൾ പറയുന്ന അതിന്റെ ചുരുങ്ങിയ വിവരണം. അങ്ങനെയാണ് വിശുദ്ധമായ ഈ സൂറ ഇറങ്ങുന്നത് ആദ്യം തന്നെ വിശുദ്ധമായ മസ്ജിദുൽ ഹറാം പരാമർശിക്കപ്പെടുന്നിടത്താണ്. എന്ന് പറഞ്ഞാൽ വത്തീനി സൂറ കഴിഞ്ഞതിന് ശേഷമാണ് സൂറത്ത് ഖുറൈശ് അവതരിക്കുന്നത്. സൂറത്ത് ഖുറൈശ് പരാമർശിക്കുന്നത് പരിശുദ്ധമായ കഅബ എന്ന് പറയുന്ന മഹോന്നതമായ മന്ദിരത്തിന്റെ സ്ഥാനം കൊണ്ട് ഒരു നാട്ടുകാർ മുഴുവൻ അവർക്ക് നിർഭയത്വവും അവർക്ക് സമാധാനവും അനുഭവിക്കാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് ആ കഅബയോടുള്ള ബാധ്യത, ആ കഅബ അവർക്ക് നൽകിയ റബ്ബിനോടുള്ള ബാധ്യത ആരാധനയായി അവർ നിർവഹിക്കട്ടെ എന്നതാണ്. ഇവിടെ ഇതിന്റെ തൊട്ടു മുമ്പ് അവതരിച്ച സൂറ നോക്കണം നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. ഇവിടെ والتين والزيتون وطور سينين وهذا البلد الأمين, ഈ ബലദുൽ അമീൻ ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ മുമ്പ് ഇറങ്ങിയ സൂറയിലും ബലദുൽ അമീൻ, സമാധാനത്തിന്റെ ഭൂമിക എന്ന് പറയുന്ന ബലദുൽ അമീൻ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് തൊട്ട് ശേഷം പിന്നീട് ഖുർആനിലെ ആ ഓർഡറല്ല, ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഖുർആനിലെ ഓർഡറല്ല ഞാൻ പറയുന്നത്. കുറെ മക്കക്കാരായ ആളുകൾക്ക് നബിതങ്ങൾ ആദ്യം ഓതിക്കൊടുക്കുന്നത് വത്തീനി സൂറയാണ്. വത്തീനി സൂറയിൽ തന്നെ വഹാദൽ ബലദിൽ അമീൻ, സമാധാനപൂർണമായ മക്ക എന്ന് പറയുന്ന പ്രദേശത്തെ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ അവർ ഓതിക്കൊടുക്കുന്നത് ഖുറൈശികൾക്ക് അല്ലാഹു വലിയ ഒരു അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്നത് അല്ലാഹു തആല അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ വളരെ രസകരമായ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് വത്തീൻ സൂറ. വത്തീൻ അത്തിപ്പഴം തന്നെയാണ് സത്യം. വസൈതൂൻ, സൈതൂൻ അഥവാ ഒലിവ് പഴങ്ങളെ തന്നെയാണ് സത്യം. വത്തൂരി സീനീൻ, സീന പർവ്വതം തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ, ഈ മക്ക എന്ന നഗരം തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം ഏറ്റവും നല്ല ഒരു സെറ്റപ്പിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചർച്ച നടക്കുകയാണ് പണ്ഡിതന്മാർക്കിടയിൽ, എന്തിനാണ് അങ്ങനെ പരാമർശിക്കേണ്ട ഒരു ആവശ്യം? അത്തിപ്പഴവും മനുഷ്യന്റെ സൃഷ്ടിപ്പും തമ്മിൽ എന്താണ് ബന്ധം? അവിടെ ഫിഗ് എന്ന് പറയുന്ന ഈ അത്തിപ്പഴത്തെ കുറിച്ചൊക്കെ ഇമാമികൾ വലിയ ചർച്ച നടത്തുന്നുണ്ട്. വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് അത്തിപ്പഴം കഴിക്കുന്നത് എന്നാണ്. വത്തീൻ, അതുപോലെ വസൈതൂൻ, വളരെ ശരീരത്തിന് അപകടങ്ങളില്ലാത്ത ഓയിലാണ് സൈത്തൂൻ ഓയിൽ. അതിൽ പാകം ചെയ്യുന്നതിന് അപകടമില്ല. അതുപോലെ ആ സൈത്തൂൻ പഴം വളരെ മനുഷ്യനെ ഒരുപാട് ഉപകാരം ഉണ്ടാക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇമാമിങ്ങൾ വേറൊരു ചർച്ച ഉദ്ധരിക്കുകയാണ്. പിന്നെ സീന പർവ്വതത്തെയാണ് പറയുന്നത്. ആദ്യം 2 ഫുഡ് ഐറ്റംസിനെ പറയാം, പിന്നെ ഒരു പർവ്വതത്തിനെ പറയാം, പിന്നെ മക്ക എന്ന ഒരു നാടിനെ കുറിച്ച് പറയാം. ഇതൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് മനുഷ്യനെ നാം ഏറ്റവും നല്ല സെറ്റപ്പിലാണ് പടക്കുന്നത് എന്ന് പറയുന്നതുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊരു ചർച്ച നടത്തിയിട്ട് മുഫസ്സിരീങ്ങളിൽ ചിലർ കൊണ്ടുവരുന്ന ഒരു വിശദീകരണം എങ്ങനെയാണ്? വത്തീൻ എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം എന്ന അർത്ഥം വെക്കാതെ, വത്തീൻ എന്ന് പറഞ്ഞാൽ അത്തിമരങ്ങൾ ധാരാളമായി കായ്ച്ചു നിൽക്കുന്ന ഒരിടമാണ് ഡമാസ്കസ്, ദിമഷ്ക്. ആ ദിമഷ്കിലെ ജൂതി പർവ്വതത്തിന്റെ മുകളിലെ മനോഹരമായ ദിമഷ്കിലെ പർവ്വതത്തിന്റെ മുകളിൽ ഒരു ആരാധനാ മണ്ഡപത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹിസ്സലാം. വത്തീൻ, ഞാൻ വരികയാണ്. സൈത്തൂൻ മരങ്ങൾ, ഒലിവ് മരങ്ങൾ ഏറ്റവും കൂടുതൽ കായ്ച്ചു നിൽക്കുന്നത് ബത്ലഹേമിലാണ്. ബത്ലഹേം എന്ന് പറഞ്ഞാൽ ജെറൂസലേം. ജെറൂസലേമിൽ ജനിച്ചു വീണത് സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം.
സീനാ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹുവിനോട് പടച്ചവനെ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞത് സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാമാണ്. വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഭൂമി എന്ന് പറയപ്പെട്ട മസ്ജിദുൽ ഹറാം അഥവാ മക്ക, മക്കയിലേക്ക് അയക്കപ്പെട്ടവർ രണ്ട് ദൂതന്മാരാണ്. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പിന്നെ ഒന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ആരായി? ഉലുൽ അസ്മുകളായ 5 പേര്. വത്തീൻ നോഹ് നബി തന്നെയാണ് സത്യം, വസ്സൈതൂൻ ഈസാ നബി തന്നെയാണ് സത്യം, വതൂരി സീനീൻ മൂസാ നബി തന്നെയാണ് സത്യം, വഹാദൽ ബലദിൽ അമീൻ, ഈ മക്കയിൽ വന്ന 2 പ്രവാചകന്മാർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അഭിവന്ദ്യരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തന്നെയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഒരു പ്രതിസന്ധികൾക്ക് മുമ്പിലും തകരാത്ത മനസ്ഥൈര്യത്തോടുകൂടെയാണ് മനുഷ്യരെ നിങ്ങളെ നാം പടച്ചിട്ടുള്ളത് എന്ന് അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രതിസന്ധിയുടെ മുമ്പിലും തകരാത്ത നേതാവാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി നമ്രൂദ് എന്ന ഭരണാധികാരിയുടെ മുമ്പിൽ തകരാത്ത നേതാവാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ മുമ്പിൽ തലകുനിക്കാത്ത നേതാവാണ്. ഈസാ നബി അലൈഹിസ്സലാം ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ അകപ്പെട്ടുകൊണ്ട് വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് പോലും കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കാൻ ഉപജീവന മാർഗം നടത്താൻ തന്റെ ഉമ്മയും മകനും കൂടി ജീവിക്കുമ്പോ കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച, തന്റെ സമൂഹത്തിൽ നിന്ന് പ്രതിസന്ധികൾ അനുഭവിച്ച പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. 950 കൊല്ലം ഒരു സമൂഹത്തെ ഉപദേശിച്ച ആളാണ്. എന്നിട്ടും ആ സമുദായം നന്നായിട്ടില്ല. എന്നിട്ട് അവരൊക്കെ തകർന്നു പോയോ? ഇല്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യൻ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രയാസങ്ങളെയും ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ പറ്റിയ രൂപത്തിലാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത് എന്ന് പറയാൻ ഉലുൽ അസ്മ, മനക്കരുത്തുള്ളവർ എന്ന് പറയപ്പെട്ട 5 പ്രവാചകന്മാരുടെ സൂചനയാണ് ഇത് എന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും വഹാദൽ ബലദിൽ അമീൻ എന്ന പരാമർശം സൂറത്തു തീനിൽ, വത്തീൻ സൂറയിൽ വന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നേരെ ഈ പരിശുദ്ധമായ ഹറമിന്റെ അല്ലെങ്കിൽ കഅബയുടെ ബൈത്തുൽ ഹറാമിന്റെ സ്ഥാനത്തെ പറയുന്ന സൂറത്ത് ഖുറൈശ് അവതരിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആ കോർവയുടെ ബന്ധം എന്ന് പറയുന്നത്, വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും തമ്മിൽ കണക്ഷനുണ്ട്. അത് പഠിക്കുന്നത് വേറൊരു ഫന്നാണ്. ഇപ്പോ ഹമീദുദ്ദീൻ ഫറാഹിയെ പോലെ അദ്ദേഹം ഒരു ചിന്തകനാണ്. എത്രമേൽ അദ്ദേഹത്തിന്റെ ആദർശം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. എന്നാലും അദ്ദേഹത്തിന്റെ നിളാമുൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു കിതാബൊക്കെ ഉണ്ട്. ഖുർആനിന്റെ ഓരോ ആയത്തുകൾ തമ്മിൽ ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആണ്. മോറിസ് ബുഖാരി എന്ന മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അത്ഭുതകരമായ ശാസ്ത്രീയ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ആളുകൾ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന് ഖുർആനിൽ പല ശാസ്ത്രീയ സത്യങ്ങൾ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഖുർആൻ പലയിടത്തും പരാമർശിച്ചത് മഴയെ കുറിച്ചാണ്. ഇടക്കിടക്ക് അല്ലാഹു പറയും മഴ പെയ്യിപ്പിച്ചു, ആകാശത്ത് നിന്ന് മഴ പെയ്യുന്നു. അത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മക്കയിൽ ഇങ്ങനെ നോക്കി നിന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ നാട്ടിലേക്കൊക്കെ കാണാൻ പറ്റും ആകാശത്തു നിന്നാണ് മഴ പെയ്യുന്നത്. അത് പറയാൻ ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യമില്ല. ഭൂമിയിൽ നിന്ന് എവാപറേഷൻ ചെയ്തിട്ടാണ്, ബാഷ്പീകരിച്ചിട്ടാണ് ഭൂമിയിൽ നിന്ന് വെള്ളം ആകാശത്തേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ മേഘമായി മാറിയിട്ടാണ് മഴ പെയ്യുന്നത്. ഇങ്ങനെ ഒരു ആശയം നിങ്ങളുടെ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സർ മോറിസ് ബുഖാരിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി, വിശുദ്ധമായ ഖുർആനിലും എവാപറേഷൻ എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കണ്ടെത്തപ്പെടാത്ത, എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ചൂടേറ്റിട്ട് കായലുകളിൽ നിന്നും കടലുകളിൽ നിന്നും ജലസ്രോതസ്സുകളിൽ നിന്നും ഉയരുന്ന വെള്ളത്തിന്റെ കണങ്ങളാണ് മേഘങ്ങളായി മാറുന്നത് എന്ന് പഠിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു സമൂഹത്തോട് ബാഷ്പീകരണത്തെ കുറിച്ചും മേഘങ്ങൾ ഭൂമിയിൽ നിന്ന് വെള്ളം കൊണ്ട് പൊന്തിയിട്ടാണ് ഉണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരോടും സംവദിക്കണം,
പുതിയ തലമുറയോടും സംവദിക്കണം. അപ്പൊ ഖുർആൻ ബുദ്ധിപരമായി അനലൈസ് ചെയ്യാനുള്ള രൂപത്തിൽ മാത്രമേ അത് അവതരിപ്പിക്കാൻ പാടുള്ളൂ, നേരിട്ട് പറയാൻ പാടില്ല. കാരണം നേരിട്ട് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാവില്ല. ഭൂമിയിൽ നിന്ന് വെള്ളം ഉയർത്തി ആകാശത്ത് കൊണ്ടുപോയിട്ടാണ് അള്ളാഹ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് ശാസ്ത്രം വികസിച്ചില്ലാത്ത ഒരു കാലത്ത് അതിനെ മനസ്സിലാക്കുന്ന ആളുകൾക്കും ആ ആയത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അള്ളാഹു അത് ഒരു കോർവയിലാണ് കൊണ്ടുവന്നത്. മോറിസ് ബുഖാരി അതിന് മറുപടി പറഞ്ഞത് അമ്മ യതസാഅലും സൂറത്തുൽ നബയിലെ 2 ആയത്ത് വെച്ചിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വജഅൽനാ സിറാജൻ വഹാജാ وأنزلنا من المعصرات ماء ثجاجا. ഈ 2 ആയത്തുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? وجعلنا سراجا وهاجا. ശക്തമായ ചൂടും പ്രകാശവും ഉദിർക്കുന്ന ഒരു സൂര്യനെ നാം ആകാശത്ത് കൊണ്ടുപോയി വെച്ചു. وأنزلنا من المعصرات ماء ثجاجا. അങ്ങനെ അകിട് നിറഞ്ഞ മൃഗത്തിൽ നിന്ന് പാലൂറ്റി കറക്കുന്നത് പോലെ അകിട് നിറഞ്ഞ മേഘങ്ങൾ ആകാശത്ത് നിന്ന് മഴയുതിർത്തു. ഈ കത്തിജ്വലിക്കുന്ന സൂര്യനും ഈ പെയ്യുന്ന മേഘവും തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് അല്ലാഹു ഇതിനെ ചേർത്തി പറഞ്ഞത്? അവിടെ നിന്നാണ് മോറിസ് ബുഖാരി മനോഹരമായ വിശദീകരണം കൊണ്ടുവരുന്നത്. എല്ലായിടത്തും സിറാജിനെ ഇങ്ങനെയൊന്നും പറയാറില്ല, അവിടെ മാത്രം സിറാജൻ വഹാജ, കത്തിജ്വലിക്കുന്ന ആ ചൂട് തീർക്കുന്ന, അതിന്റെ ചൂടേറ്റിട്ട് വേണം ഭൂമിയിൽ നിന്ന് ബാഷ്പീകരണം നടക്കാൻ. അവിടെ സൂര്യനെ കത്തിജ്വലിക്കുന്ന സൂര്യൻ, പ്രഭയുതിർക്കുന്ന സൂര്യൻ എന്ന് പറയുകയും തൊട്ടുടനെ അങ്ങനെ ആകാശത്ത് നിന്ന് നാം മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു ചേർത്തി പറയുന്നതിൽ ബുദ്ധിയുള്ളവർക്ക്, ആലോചിക്കുന്നവർക്ക് ആ സൂര്യനെയും മേഘത്തെയും ചേർത്തി പറഞ്ഞതിൽ അത് ബാഷ്പീകരണം നടക്കുന്ന ഒരു പ്രക്രിയ വിശുദ്ധമായ ദീൻ വിശദീകരിക്കുന്നത് കണ്ടെത്താൻ കഴിയുമെന്ന് മോറിസ് ബുഖാരി വിശദീകരിക്കുന്നുണ്ട് ആ ഭാഗത്ത്. നമ്മൾ പറഞ്ഞത് ഈ ഒരു കണക്ഷൻ ഖുറൈശികൾക്ക് നാം ഇണക്കി കൊടുത്തു, സൗകര്യപ്പെടുത്തി കൊടുത്തു എന്നത് സൗകര്യപ്പെടുത്തി കൊടുത്തതിന് വേണ്ടി ഖുറൈശ്. ഇവിടെ 2 അർത്ഥങ്ങളാണ് ലീലാഫിക്ക് നമ്മൾ പരിഗണിക്കേണ്ടത്. ഒന്ന്, ഇതിന്റെ തൊട്ട് മുമ്പ് വിശുദ്ധമായ ഖുർആനിൽ ഓർഡർ ചെയ്യപ്പെട്ട സൂറയുടെ അവസാനത്തെ വരി എന്നതാണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്താണിത്. അവരെ നാം മൃഗങ്ങൾ തിന്നിട്ട വൈക്കോൽ പോലെയാക്കി കളഞ്ഞു. അബ്രഹത്തിന്റെ സൈന്യത്തെ നാം നശിപ്പിച്ചു. എന്തിനു വേണ്ടി? അനന്തരം എന്തുണ്ടായി? ഖുറൈശികൾക്ക് വലിയ സമാധാനം അവർക്ക് നാം ഇണക്കി കൊടുത്തു. അവർ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും നടത്തുന്ന 2 യാത്രകളുണ്ട്. ശൈത്യകാലത്ത് അവർ യമനിലേക്കാണ് യാത്ര പോവുക. എന്ന് പറഞ്ഞാൽ ശൈത്യകാലത്ത് അവർ യമനിലേക്ക് യാത്ര പോകും കച്ചവടത്തിന്. ഉഷ്ണകാലത്ത് അവർ ഷാമിലേക്ക് കച്ചവടത്തിന് പോകും. ഈ 2 യാത്രകളെയും ഒരു ഭയമോ ഒരു പേടിയോ അവർക്കില്ലായിരുന്നു. ഏത് പ്രയാസക്കാരാവട്ടെ, ഏത് കൊള്ളക്കാരാവട്ടെ, ഏത് അക്രമികളാവട്ടെ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് വരുന്ന സംഘമാണ് എന്നറിഞ്ഞാൽ, പിന്നെ ബൈത്തുൽ ഹറാമിൽ നിന്ന് കഅബയുടെ ആളുകളാണ് എന്നറിഞ്ഞാൽ അവർ മാറിക്കൊടുക്കും. കാരണം എന്താണ്? അബ്രഹത്തിനെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു വലിയ ഭയം, ആ ഒരു മന്ദിരത്തോട് ആളുകൾക്കുള്ള ഒരു വലിയ പേടി, ഒരു സ്ഥാനം അവരുടെ കൽബിൽ സ്ഥലം പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ കഅബയോടുള്ള ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളത് കൊണ്ട് ആ നാട്ടിൽ നിന്നുള്ള യാത്രക്കാർ വളരെ സുന്ദരമായി യാത്ര ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു എന്നതാണ്. ആ ഒരു യാത്രയോട്, അത് അവരുടെ വരുമാനത്തിന്റെ സ്രോതസ്സാണ്, ഖുറൈശികളുടെ വരുമാനത്തിന്റെ സ്രോതസ്സാണത്. അവരതിനോട് നന്ദി കാണിക്കട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവരോട് പറയാം. ഇനി നോക്കണം, നിങ്ങൾ 2 വട്ടം ആവർത്തിച്ച ഒരു പദം ഇവിടെ ഈലാഫ് എന്നതാണ്. ഇണക്കി കൊടുക്കുക, ചേർത്തി കൊടുക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്ന പദമാണ്. അതൊരു വല്ലാത്ത നിയമമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ?
ഇപ്പൊ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദുമാർ ഇരുന്ന് ദുആ ചെയ്യും, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഹാദൈനി സൗജൈൻ, ഈ രണ്ട് ഇണകൾക്കിടയിൽ നീ ഒന്ന് ഇണക്കി ചേർക്കണേ അല്ലാഹ്. ഇണക്കം എന്ന് പറയുന്നത് മനോഹരമായ അല്ലാഹുവിന്റെ ഒരു സൗകര്യമാണ്. നോക്കണേ നിങ്ങൾ, വഅല്ലഫ ബൈന ഖുലൂബിഹിം, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ ഇടയിൽ അല്ലാഹുവാണ് സ്നേഹം പകർത്തിയവൻ, സ്നേഹം ഉണ്ടാക്കിയവൻ. എന്നിട്ട് നബി തങ്ങളോട് അല്ലാഹു പറയാൻ, ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമിഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, നബിയേ അങ്ങയുടെ കയ്യിലുള്ള മുഴുവൻ ചെലവഴിച്ചാലും ആളുകൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും, അല്ലാഹുവാണ് ഇൽഫത്ത് ഉണ്ടാക്കുന്നവൻ. സ്നേഹം, ഇണക്കം, മനുഷ്യ മനസ്സുകളെ ഇണക്കുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. ആ ആടിന്റെ മാംസം ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കണം ആയിഷ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഖദീജ ഖദീജ ഖദീജ, നിങ്ങൾക്ക് ഖദീജ ഖദീജ എന്നൊരു വിചാരം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞത്, ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, ആയിഷ ആ വിഷയത്തിൽ നീ എന്നെ ആക്ഷേപിക്കരുത്. ഇന്നി റുസിഖ്തു ഹുബ്ബഹാ, അല്ലാഹു ആയിഷയോടുള്ള സ്നേഹം എന്റെ ഖൽബിൽ റിസ്ഖായി തന്നതാണ്. ഇന്നി റുസിഖ്തു ഹുബ്ബഹാ. ഒരു ഭർത്താവിന് ഭാര്യയുടെ ഇണക്കം തോന്നുന്നില്ല, വീട്ടിൽ പ്രയാസം തോന്നുന്നുണ്ട് എങ്കിൽ അല്ലാഹുമ്മ ർസുഖ്നി മഹബ്ബതാ, പടച്ചോനെ അവളോടുള്ള ഇഷ്ടം നീ എനിക്ക് കൊണ്ടാന്ന് ദുആ ചെയ്യണം. കാരണം മഹബ്ബത്ത് തരുന്നത് നമ്മുടെ കണ്ണുകൾ മാത്രമല്ല, ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ബിഹോൾഡർ, നോട്ട് ഇൻ ദി ഒബ്ജക്റ്റ് എന്നൊക്കെ പറയും. എന്നാലും നമ്മൾ അല്ലാഹുവിനോട് ഈ ഇൽഫത്ത്, മവദ്ദത്ത്, സ്നേഹം, ഇണക്കൊക്കെ ചോദിച്ചു വാങ്ങേണ്ടതാണ്. യുബ് എന്നുള്ള ഇൽഫത്ത്, ഇണക്കം എന്നുള്ള സംഭവമൊക്കെ. ഇനി ആ സൂറത്തിലേക്ക് വരിക. ഖുറൈശികൾക്ക് നാം ഇണക്കി കൊടുത്തു, സൗകര്യപ്പെടുത്തി കൊടുത്തു. ആരാണ് ഖുറൈശ്? ഒരു തറവാടിനും ഒരാൾക്കും ഒന്നും തീരിലില്ല അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല. അത് കുറച്ചധികം കാണുന്നു. അങ്ങനെ ഒരു തറവാടിന്റെ പേര് മാത്രമേ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് നിലനിൽക്കുള്ളൂ. അത് ഖുറൈശ്, മാറാനില്ല. കാരണം ഒരു തറവാടിന്റെ പേരാണ് എടുത്തു പറഞ്ഞത് ഖുറൈശ്. അവര് തറവാടികളാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ ഒരു തറവാടും തീരുന്നില്ല? ചില ആളുകൾ ആദർശ ആവേശങ്ങൾ കുറിച്ച് ഒരു തറവാടുകളല്ല, എന്ത് തറവാടില്ല എന്നൊക്കെ പറയാൻ പറ്റും. ഇന്നല്ലാഹ ഫളല ഖുറൈശ്, ഖുറൈശികളെ അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരിൽ ദീനുള്ളവർക്ക് പ്രാധാന്യമുണ്ട്, ദീനില്ലാത്തവർ ദീനില്ലാത്തവരിൽ നിന്ന് പ്രധാനികളാണ്, ദീനുള്ളവർ ദീനുള്ളവരിൽ പ്രധാനികളാണ്. ഖുറൈശികളെ അവരുടെ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നോക്കണം നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫുദ്ദിലത് ഖുറൈശുൻ ബിസബഇ, 7 കാര്യങ്ങൾ ഖുറൈശികൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. എന്താണത്? ഇന്നി ഫീഹിം, ഞാൻ ഖുറൈശിയാൻ. ഒന്നാമത്തത് ഞാൻ ഖുറൈശിയാൻ എന്നതാണ്, അത് ഖുറൈശികളുടെ പ്രത്യേകതയാണ്. രണ്ടാമത്തത് വൽ ഖിലാഫത്തു ഫീഹിം, ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഖുറൈശികൾ മാത്രമേ ആവാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഖുറൈശികളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖുറൈശിയൻ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖുറൈശിയൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖുറൈശിയൻ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഖുറൈശിയൻ. പിന്നീട് വന്ന അമവി ഭരണകൂടത്തിലെ ഭരണാധികാരികൾ ഖുറൈശികളാണ്, അബ്ബാസികൾ ഖുറൈശികളാണ്, അലവികൾ ഖുറൈശികളാണ്, ഫാത്തിമികൾ ഖുറൈശികളാണ്, ഖിലാഫത്ത് ഖുറൈശിയാണ്, ഖുറൈശികളുടെ. അപ്പൊ ഇസ്ലാമിന്റെ ഒരു ഹെറാർക്കി ഉണ്ടല്ലേ. ചില ആൾക്കാർക്ക് പ്രത്യേകമായ ഭരണമൊക്കെ ഖുറൈശികൾക്ക് നിബിധങ്ങൾ എഴുതി കൊടുത്തു എന്നുള്ള പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഭരണാധികാരികൾക്ക് ഒരു ആനുകൂല്യവും ഇസ്ലാം കൊടുക്കുന്നില്ല എന്നതാണ്. ഭരണ കസേരയിൽ ഇരുന്നിട്ട് തോന്നിയതുപോലെ പ്രവർത്തിക്കുക എന്നതല്ല. ഭരണാധികാരി ആരാണ്? ഭരണാധികാരി ഭരണീയരുടെ അടിമയെ പോലെ പ്രവർത്തിക്കേണ്ടയാളാണ്. ഇസ്ലാമിലെ സേവനത്തിന്റെ പേരാണ് ഭരണാധികാരി, അല്ലാതെ എന്തല്ല, ഒരു വരുമാനവും അതുകൊണ്ട് കിട്ടില്ല. കാരണം എന്താണ്? എപ്പോഴാ പിന്നെ വരുമാനം നിശ്ചയിക്കപ്പെട്ടത്?
സത്യത്തിൽ ഇസ്ലാമിലെ ഭരണാധികാരിയായാൽ കുടുങ്ങാണ് ചെയ്യുക. ഇസ്ലാമിന്റെ ഭരണാധികാരിയായാൽ കുടുങ്ങാണ് ചെയ്യുക. കാരണം എന്താ? ഇനി കുറച്ച് ഭരണാധികാരികൾ എന്ന് പരിശോധിച്ച്, ഒന്ന് അൽ-മിശ്യത്തുൽ ഉമരിയ്യ, ഉമറിന്റെ നടത്തം എന്ന് പറഞ്ഞിട്ടൊരു നടത്തണ്ടായിരുന്നു. അൽ-മിശ്യത്തുൽ ഉമരിയ്യ, അറേബ്യൻ നാടുകളിൽ പരസ്യമായ അല്ലെങ്കിൽ പറയപ്പെട്ടിരുന്ന ഒരു നടത്തമാണ് അൽ-മിശ്യത്തുൽ ഉമരിയ്യ. ചങ്ങാതി, നീ നടക്കുന്നത് കണ്ടാൽ ഉമരിയ നടത്താണല്ലോ ഈ നടക്കുന്നത്. ഒരാളെങ്ങാനും അടിച്ചു പൊളിച്ച് നല്ല അത്തറൊക്കെ പൂശി ഇങ്ങനെ നടന്നു പോയാൽ ആൾക്കാർ പറയുന്ന പേരാണ് അൽ-മിശ്യത്തുൽ ഉമരിയ. അതെവിടെ നിന്ന് വന്നതാ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നടത്തത്തിൽ നിന്ന് വന്നതാണ്. അങ്ങനെ അദ്ദേഹം നടക്കുക. അത്രയും അടിപൊളിയായിട്ട് വസ്ത്രം ധരിക്കുകയും ചെയ്യും, നല്ല സുഗന്ധം ഉപയോഗിക്കുകയും ചെയ്യും. അദ്ദേഹം ഒരു വഴിയിൽ പോയ ആ സുഗന്ധത്തിന്റെ മണം മണിക്കൂറുകളോളം മായാതെ ആളുകൾ ആ വഴിയിലേക്ക് വരുമ്പോൾ പറയും, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾ ഇതിലേറെ പോയോ? ഭരണാധികാരിയായതോടുകൂടെ അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും ലോ ലെവലിലേക്ക് മാറി. അപ്പോ ഇസ്ലാമിന്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്, എന്തല്ല ആനുകൂല്യങ്ങളിലെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിന്റെ പിറ്റേന്ന് നോക്കുമ്പോൾ അങ്ങാടിയിലെ സദാ ഒരു കച്ചവടക്കാരനാണ്. അപ്പൊ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായതിന്റെ പിറ്റേന്ന് അങ്ങാടിയിൽ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖലീഫ, നിങ്ങൾ ഇങ്ങനെ അങ്ങാടിയിൽ നിന്നാൽ ആളുകളുടെ പ്രശ്നം ഇങ്ങനെ നിങ്ങളോട് പറയാ, നിങ്ങൾ അങ്ങാടിയിൽ നിൽക്കാൻ പാടില്ലാന്ന്. അപ്പൊ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഉപജീവന മാർഗത്തിൽ ബൈത്തുൽ മാലിൽ നിന്ന് ചെറിയൊരു വിഹിതം, അത് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്ത് കിട്ടുന്നതിലെ കുറവാണ്. അപ്പൊ ശരിക്കും ഭരണാധികാരിയായാൽ ഒരാൾ കുടുങ്ങുക ചെയ്യാം. അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഈ ഒരു ഹദീസിനെ ഇസ്ലാമിക് സോഷ്യോളജിസ്റ്റായ ഇബ്നു ഖൽദൂൻ എന്ന പണ്ഡിതൻ അൽ മുഖദ്ദിമ എന്ന ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കിതാബുൽ ഇബർ വദീവാനുൽ മുബ്തദഇ വൽ ഖബർ في أيام العجم والعرب والبربر ومن عاصرهم من ذوي السلطان الأكبر എന്ന് പറയുന്ന വാള്യങ്ങളോളം വലുപ്പമുള്ള ഇസ്ലാമിക് സോഷ്യോളജി, ഇസ്ലാമിക് സോഷ്യോളജിയുടെ കർത്താവാണ് പ്രിയപ്പെട്ട ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ ബ്ലഡിലെ, ഖുറൈശികളുടെ ചോരയിലെ ഒരു സ്വഭാവമുണ്ട്. എന്ത്? കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കണം എന്നതും കൂടെയുള്ളവരെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒരു ഭരണാധികാരി നടത്തേണ്ട ഒരു ബ്ലഡ്, അവരുടെ എത്തിനിസിറ്റിയിൽ തന്നെ, അവരുടെ ആ ചോരയിൽ തന്നെ അങ്ങനെ ഒരു ഘടകം കലർന്നിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നു. നമ്മൾ അങ്ങോട്ട് പോണ്ട, അതൊക്കെ വിശദീകരണം വരട്ടെ. ഖുറൈശികൾ 7 കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട്. ഖിലാഫത്ത് അവരിലാണ്. ഇനി ഖലീഫയായി വരാനുള്ള മഹദിയില്ലേ, നമ്മൾ കാത്തിരിക്കുന്ന മഹദിയുൽ മുൻതദർ, ഇനി വരാനിരിക്കുന്ന ഇമാം മഹദിയില്ലേ, മിൻ അബ്നാഇ ഫാത്തിമ, എന്ന ഫാത്തിമയുടെ പരമ്പരയിലാണ് ഇമാം മഹദി വരിക. അപ്പോൾ ഖുറൈശികൾക്ക് പ്രത്യേകതയുണ്ട്. അന്നീ ഫീഹിം, ഞാൻ ഖുറൈശിയാണ്. വൽ ഖിലാഫത്തു ഫീഹിം, ഖിലാഫത്ത് ഖുറൈശികളിലാണ്. വനുസിലത്തു ഫീഹിം സൂറത്തുൻ ഫിൽ ഖുർആൻ, ഖുറൈശികളെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയത്. കഅബയുടെ പരിപാലനവും കഅബയുടെ പാറാവ് ജോലിയും ഖുറൈശികൾക്കാണ്. ആനപ്പടയിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെട്ടവർ ഖുറൈശികൾ. അങ്ങനെ 7 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറഞ്ഞു ഖുറൈശികളെ അല്ലാഹു പ്രത്യേകമാക്കിയിട്ടുണ്ട്. ഇനി നോക്കണേ നിങ്ങൾ, ഇവിടെ ഖുറൈശികൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ കിട്ടിയവരാണ്. എന്താണോ നമ്മൾ ചോദിച്ചത് അതാണ് കിട്ടുക. എന്താണോ ചോദിച്ചത് അതാണ് കിട്ടുക. ഇനി നമ്മളോടൊരു അത്ഭുതം പറയട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിക്ക് എത്ര മക്കളുണ്ട്? 2 പേർ. ഇബ്രാഹിം നബിക്ക് എത്ര മക്കളുണ്ട്? 2 പേർ. ഒന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. സത്യത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മകനാരാ? സാധാരണ ഒരു മനുഷ്യൻ. മകന്റെ മകനാരാ? സാധാരണ ഒരു മനുഷ്യൻ. മകന്റെ മകന്റെ മകനാരാ? സാധാരണക്കാരൻ. മകന്റെ 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 മകനാരാ? 21 തലമുറ വരെ ആ പരമ്പരയിൽ, അല്ലെങ്കിൽ തലമുറകളായി ആ പരമ്പരയിൽ അങ്ങനെ വലിയൊരു മനുഷ്യനൊന്നും വന്നിട്ടില്ല. സാധാരണക്കാർ. ഇനി
ഇപ്പുറത്ത് ഇസ്ഹാഖ് നബിയുടെ പരമ്പര നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രവാചകൻ, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകൻ, പിന്നീട് അയ്യൂബ് നബി, ശുഐബ് നബി, ഹാറൂൻ നബി, മൂസാ നബി, ഈസാ നബി എല്ലാം വരുന്നത് ഈ പരമ്പരയിലാണ്. ഇസ്മായിൽ നബി കഴിഞ്ഞാൽ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ ആളില്ല, ഒക്കെ സാധാരണക്കാരായ. ഇപ്പുറത്ത് പ്രവാചകന്മാർ ഇങ്ങനെ വരും. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദുആ നടത്തി. എന്താണ് ആ ദുആ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, പടച്ചവനെ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാഹ്, വമിൻ ദുരിയതി, എന്റെ തലമുറയിലും നീ നമസ്കാരത്തെ നിലനിർത്തണേ അല്ലാഹ്. റബ്ബന ജഅൽനാ മുസ്ലിമീന ലക, ഒരിക്കൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കഅബയുടെ അടുക്കൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ബാപ്പയും മകനും കൂടി ദുആ ചെയ്തത് ഇതാണ്: റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇജ്അൽനാ, നീ ഞങ്ങളെ ആക്കണമേ അല്ലാഹ്, മുസ്ലിമീന ലക, നിനക്ക് നല്ല മുസ്ലിമീങ്ങളാക്കണേ അല്ലാഹ്, വമിൻ ദുരിയതിനാ, ഞങ്ങളുടെ പരമ്പരയിൽ നീ നിലനിർത്തണേ അല്ലാഹ്, ഉമ്മത്തൻ മുസ്ലിമാ, ഇസ്ലാമിന്റെ പരമ്പര എന്റെയും എന്റെ മോന്റെയും പരമ്പരയിൽ നിലനിർത്തണേ അല്ലാഹ്. ആരെ കൊണ്ടുപോയിട്ട് തീർന്നു? ഇസ്മായിൽ നബിയെ കൊണ്ടുപോയിട്ട് തീർന്നു. എന്നാൽ ആ പരമ്പരയിൽ ആരില്ല? പ്രവാചകന്മാർ പിന്നെ കാണാനില്ല. ഇസ്മായിൽ നബിയുടെ മകൻ സാധാരണ മകൻ, മകന്റെ മകൻ സാധാരണ മകൻ. ഇനി നോക്കൂ നിങ്ങൾ. പക്ഷെ ഇന്ന് നിസ്കാരവും ഇസ്ലാമും നിലനിൽക്കുന്നത് ആരുടെ പരമ്പരയിലാണ്? ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ. പ്രവാചകന്മാരൊക്കെ വന്ന ഇസ്ഹാഖ് നബിയുടെ പരമ്പരയോ അത് മൂസാ നബിയിൽ എത്തുന്നതോടുകൂടെ പിന്നീട് ജൂതന്മാരായി മാറി. ഈസാ നബിയുടെ ഇപ്പുറത്തുള്ള അനുയായികൾ ക്രൈസ്തവരായി മാറി. അവിടെ നമസ്കാരം നിലനിർത്തപ്പെടുന്നില്ല. ഇബ്രാഹിം നബി ചോദിച്ചത് എന്താണ്? റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഹാജർ എന്ന ഭാര്യയെയും എന്റെ പൊന്നുമോൻ ഇസ്മായിലിനെയും ഞാൻ മക്കയിൽ കൊണ്ടുവന്നാക്കിയത് റബ്ബനാ ലിയുഖീമുസ്സലാത്ത്, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണല്ലാഹ്. നോക്കൂ നിങ്ങൾ, നിസ്കാരം ഇന്ന് നിലനിൽക്കുന്നത് ആ ഏത് പരമ്പരയിലാണ്? ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ്. എവിടെയല്ല? ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ അതില്ല. എന്തുകൊണ്ടില്ല? ദുആ ചെയ്തത് ഇവിടെ, ദുആ ഇവിടെ. ഇനി നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 സിറ്റികളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചയാളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലും ഉണ്ടായിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലും ഉണ്ടായിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു കാര്യം ഇബ്രാഹിം നബി മക്കക്ക് വേണ്ടി ദുആ ചെയ്തു. എന്താണ്? റബ്ബിജഅൽ ഹാദാ ബലദൻ ആമിനാ, അല്ലാഹുവേ മക്കയെ നീ സമാധാനമുള്ള നഗരമാക്കണേ അല്ലാഹ്. ഞാനിങ്ങനെ ആലോചിച്ചു പോവാണ്, ഇതേ ദുആ ഇബ്രാഹിം നബി ജെറൂസലേമിൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്തുണ്ടാവില്ലായിരുന്നു? എന്താ ഉണ്ടാകുന്നത്? ഈ കേൾക്കുന്ന ഫലസ്തീൻ വാറ്, ഫലസ്തീൻ യുദ്ധങ്ങൾ അതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ നിന്ന് നടത്തിയ ദുആയാണ് ഇത്. റബ്ബിജഅൽ ഹാദാ ബലദൻ ആമിനാ, പടച്ചവനേ ഈ നഗരത്തെ നീ സമാധാനത്തിന്റെ നഗരമാക്കണേ അല്ലാഹ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് കെട്ടടങ്ങി സമാധാനപൂർണമായ നഗരം എന്ന് മാത്രമല്ല, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതോടുകൂടെ മക്ക പൂർണ്ണമായി സമാധാനത്തിലേക്ക് കടന്നുപോയി. വ്യത്യസ്ത നഗരങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യർ ഒന്നിച്ചങ്ങോട്ട് കൂലം കുത്തി ഒഴുകിയിട്ട് പോലും ക്രൈം റേറ്റ് വളരെ കുറവല്ലേ? ഇല്ലല്ലോ. ഞാൻ ഈ അടുത്ത് ഒന്ന് വായിച്ചത്, രസകരമായി ഞാൻ വായിച്ചൊരു കാര്യം, ഇൻഷുർ മൈ ട്രിപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗം, അവര് ഇൻഷുർ മൈ ട്രിപ്പ് എന്ന് പറയുന്ന യാത്രയൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീം നടത്തിയ ഒരു പഠനമുണ്ട്. അവിടെ ദ സേഫസ്റ്റ് സിറ്റി ഫോർ സോളോ ലേഡി ട്രാവലേഴ്സ്, പെണ്ണുങ്ങൾക്ക് രാത്രിയിലും ഒറ്റക്ക്
യാത്ര ചെയ്യാൻ ആരെയും ഭയക്കേണ്ടതില്ലാത്ത നഗരങ്ങളിൽ ഈ ഇൻഷോമൈ ട്രിപ്പ് എന്നുള്ള കമ്പനി പറഞ്ഞത് പ്രധാനമായും 2 നഗരങ്ങളാണ്. ഒന്ന് മദീന, 2 ദുബൈ. ഒന്ന് മദീനയാണ്. സോളോ ലേഡി ട്രാവലേഴ്സിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽമർഅതു ലാ തുസാഫിറന്നൽ മർഅതു വഹദഹാ, ഏകയായി പെൺകുട്ടി സഞ്ചരിക്കരുത് എന്ന് പറഞ്ഞത് അവളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. എന്നാൽ ആ നേതാവ് കടന്നുറങ്ങുന്ന മണ്ണിലെ ആ മണ്ണിനെ കുറിച്ച് ഇൻഷുർമൈ ട്രിപ്പ് എന്ന കമ്പനി നടത്തിയ പഠനം അവര് പറയാണ്, മദീനയാ ലോകത്തിൽ ഒരു പെണ്ണിന് വളരെ ശാന്തമായി സമാധാനമായി പാതിരാത്രിയിലും സോളോ ട്രിപ്പ് അടിക്കാൻ പറ്റിയ നാടാണ് മദീന. ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. അത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. മദീനയിൽ പോയാൽ മദീനയുടെ രാത്രി കാഴ്ച കാണും. നമ്മൾ മദീനയിൽ ഇബാദത്തിന് പോകുമ്പോൾ നമുക്കത് പറ്റില്ല. എന്നാലും ഏറെക്കാലം മദീനയിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, മദീന പള്ളിയുടെ ആ സറൗണ്ടിങ്ങിലെ കൂടി യാത്രയൊക്കെ നടത്താൻ ഇറങ്ങിയാൽ എത്ര സെക്യൂരിറ്റിയോടുകൂടെയാണ് അവിടെ സഹോദരിമാരൊക്കെ നടന്നു പോകുന്നത്. ഏതായിരുന്നാലും ഇബ്രാഹിം നബിയുടെ ദുആയാണ് അവിടെ, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, പടച്ചോനെ ഈ നാടിനെ നീ സമാധാനത്തിന്റെ നാടാക്കണേ അല്ലാഹ്. ആ ഒരു സമാധാനം അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട് ഖുറൈശികൾക്ക്. അതുകൊണ്ട് ഖുറൈശികൾക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്തതിന് വേണ്ടി, ഈലാഫിൽ നാം അവർക്ക് തയ്യാറാക്കി കൊടുത്തതിന് വേണ്ടി, സൗകര്യപ്പെടുത്തി കൊടുത്തതിന് വേണ്ടി, ഇണക്കി കൊടുത്തതിന് വേണ്ടി എന്ത് ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും അവരുടെ യാത്രകൾ ഒന്ന് യമനിലേക്കുള്ളതാണ്, ഒന്ന് ഷാമിലേക്കുള്ളതാണ്. ഈ 2 കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ഖുറൈശ് എന്ന് പറഞ്ഞാൽ നദർ ബിൻ കിനാന എന്നയാളുടെ മക്കളുടെ പരമ്പരയിൽ വരുന്നവരെയാണ് ഖുറൈശ് എന്ന് പറയുന്നത്. അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ ഇങ്ങനെ കടന്നു വന്ന് ഒരു കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 21 പിതാക്കന്മാരെ പഠിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസയ്യ് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഫിഹ്ർ ബിൻ ഗാലിബ് ബിൻ നദർ ബിൻ കിനാനത്ത് ബിൻ ഹുസൈമത്ത് ബിൻ മുദ്രികത്ത് ബിൻ ഇല്യാസ് ബിൻ മുദറ ബിൻ നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ. അദ്നാൻ ഇസ്മായിൽ നബിയുടെ പേരക്കുട്ടിയാണ്. റസൂലുള്ളാഹിന്റെ പരമ്പരയാണ്. നബി തങ്ങളുടെ 20 ബാപ്പമാരുടെ പണ്ട് അതൊരു പിന്നെ പാട്ടായി തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആദി അമീത്തെ ആണും പെണ്ണിൽ അഖ്ലറിവായേ ഇസ്ലാം ആയവരളവിൽ ആമിഷമറിവത് വാജിബനായേ ആദരവായേ മുത്ത് മുഹമ്മദ് അന്നബിയാരേ 20 ബാപ്പാന്മാരുടെ നാമമിത പറയുന്നറിവീരേ ആദിയ അബ്ദുല്ലാഹി വഅബ്ദുൽ മുത്തലിബാനോ ഹാഷിം അബ്ദുൽ മനാഫ് ഖുസയ്യ് കിലാബ് എന്നാളിതിലായേ. അങ്ങനെ ഇവരുടെ ബാപ്പമാരുടെ പരമ്പര, ബഹുമാനപ്പെട്ട ഇസ്മായിലിലേക്ക് എത്തുന്ന പരമ്പര, അവരിലെ നദർ ബിൻ കിനാന എന്ന് പറയുന്ന മനുഷ്യൻ എത്തുന്നതോടുകൂടെ അവിടെ നിന്നോട്ട് കടന്നു വരുന്നവരെല്ലാം ഖുറൈശികളാണ്. അവരെല്ലാം ഖുറൈശികളാണ്. ആ ഖുറൈശികളിൽ നിന്ന് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നവർക്ക് ഉത്തമമായ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലാഹു പ്രത്യേകമായ ഫضل കൊടുത്തിട്ടുണ്ട്. ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈലാഫിഹിം റിഹ്ലത, ഈലാഫിഹിം റിഹ്ലത ലിഈലാഫി ഖുറൈശ്. നമ്മൾ ഈലാഫ് എന്താണെന്ന് പറഞ്ഞു, ഖുറൈശികൾ ആരാണെന്ന് പറഞ്ഞു. ലിഈലാഫി ഖുറൈശ് ഈലാഫിഹിം, അവർക്ക് നാം ഇണക്കം ചെയ്തു കൊടുത്തു. റിഹ്ലത യാത്ര. യാത്ര എന്ന് പറയുന്നത്, യാത്ര ഒരു ഇണക്കത്തിന്റെ, ഖൽബ് നന്നാവാൻ യാത്ര ഒരു പ്രധാന ഘടകമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം ദുഷിക്കുകയുള്ളൂ, ഒഴുകുന്ന വെള്ളമാണ് എപ്പോഴും തെളിഞ്ഞിരിക്കുക. മനുഷ്യൻ യാത്ര ചെയ്യണം. അസ്സഫർ, യാത്ര ചെയ്യണം മനുഷ്യന്മാർ. ഇവിടെ മനോഹരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന 6 ഗ്രന്ഥങ്ങൾ സിഹാഹു സിത്തയാണ്. സിഹാഹു സിത്തയാണ്. ഖുർആൻ കഴിഞ്ഞാൽ
വിശുദ്ധമായ ദീനിലെ തെളിവ് പിടിക്കാൻ ഉപയോഗിക്കുന്ന 6 ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. ബുഖാരി, മുസ്ലിം, തിർമിദി, നസായി, ഇബ്നു മാജ, അബൂ ദാവൂദ്. 6 ഗ്രന്ഥങ്ങൾ. ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ചതും അറബികളല്ല. ബുഖാറ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, ഇവിടുന്ന് ഇങ്ങനെ പോവല്ലേ. നമ്മുടെ തലന്റെ മുകളിൽ പോയ ആൾക്കാരാണ് അതൊക്കെ. ഇന്ത്യ രാജ്യത്തിന്റെ മാപ്പിന്റെ തലന്റെ മുകളിൽ പിടിച്ചാൽ ഈ കസാക്കിസ്ഥാനും തജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ബുഖാറയും റഷ്യയുടെ പാർച്ചുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് പോവാൻ ഖുറാസാനും തന്നെ പോണത്. നൈസാപൂരിൽ നിന്നാണ് ഇമാം മുസ്ലിം നൈസാപൂരി. ഇമാം ബുഖാരി ബുഖാറയിൽ നിന്ന് പോയാണ്. അറബിയല്ല, അനറബിയ. റഷ്യന്റെ ഇങ്ങേ ഈ സ്പോട്ട് നിന്നല്ലേ പോണത്. റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഈ ഒരു ഭാഗത്ത് നിന്നല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പോണത്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പോണത്. ഇവരൊക്കെ അറബികളല്ല. യാത്ര ഇസ്ലാം മനോഹരമായി പ്രൊമോട്ട് ചെയ്യും. ചൈനയിൽ പോയാൽ ഒരു സ്വഹാബിയുടെ ഖബറുണ്ട്. ആരാണ്? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് ചൈനയിലാണ്. സഅദ് റളിയല്ലാഹു അൻഹു ആരാണ്? സഅദ് ബിൻ സഈദ് ബിൻ സുബൈർ طلحة وأبي عبيدة وابن عوف الناصر الكرمي. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ പ്രധാനിയായ ഒരാളാണ് സഅദ് ഇബ്നു അബീ വഖാസ്. ഖബറുള്ളത് എവിടെയാ? ചൈന നമ്മുടെ അടുത്താണ്. അവിടെ നിന്ന് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ചൈനയിൽ ഇസ്ലാമിന്റെ ദഅവത്തുമായിട്ട് യാത്ര ചെയ്തത് യാത്രികരായി. അതുകൊണ്ട് തന്നെ ആ ഒരു ഖുറൈശി കുടുംബത്തിന്റെ പരമ്പരയും അങ്ങനെ തന്നെയാണ്. അവരിങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു വന്നവരാണ്. ഹളറമൂത്തിലെ തെരീമിൽ നിന്നാണ് സയ്യിദ് അലവിയിൽ മുമ്പറം തങ്ങൾ കേരളക്കരയിലേക്ക് വന്നത്. ഇവിടെ വന്ന സയ്യിദന്മാർ ഖുറൈശി പരമ്പരയിൽ വന്ന ആളുകൾ മുഴുവൻ അങ്ങനെ അവരൊക്കെ യാത്ര ചെയ്തെത്തിയവരാണ്. അവരാരും ഇവിടെ ജനിച്ചവരല്ല, ഒക്കെ യാത്രക്കാരാണ്. അവർ പല ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഒരു യാത്രയിൽ ഏറ്റവും മനോഹരമായി യാത്ര ചെയ്യണം. അത് മനസ്സിനെ നന്നാക്കാൻ ഉതകുന്നതാണ് എന്നൊരു പാഠം കൂടി അവിടെ ഉണ്ട് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടെ പറയുന്നുണ്ട്. ഇവിടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഉമർ തങ്ങളെ ഇങ്ങനെ ചോദിച്ചു ഒരാളെ കുറിച്ച്, മാദാ തഖൂലു അൻ ഫുലാൻ, ഇന്നാലിന്റെ ആളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ നീച്ചിട്ട് പറഞ്ഞു, അയാൾ നല്ല ആളാണ്, അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ ചോദിക്കുന്നുണ്ട്, ഹൽ അഖംത മഅഹു ഹൽ സാഫർത മഅഹു ഹൽ ആമഅമൽത മഅഹു ബിദ്ദിർഹമി വദ്ദീനാർ. ഒരാൾ നല്ല മനുഷ്യനാണ് എന്ന് തീരുമാനിക്കാൻ ഒറ്റയ്ക്ക് പറ്റൂല. അയാളുടെ നിസ്കാരം, അയാളുടെ നടപ്പ് ഒക്കെ കണ്ടുകൊണ്ട് മാത്രം അയാൾ നല്ല ആളാണ്. ഹൽ അഖംത മഅഹു, അയാളെ കൂടെ താമസിക്കും, കൂടെ താമസിക്കണം. കൂടെ കിടക്കുന്നവനെ രാത്രി കൂടെ താമസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലാന്നോ. ഒരാളുടെ സ്വഭാവം തിരിയാനുള്ള ഏറ്റവും നല്ല വഴി അയാളുടെ കൂടെ യാത്ര ചെയ്യുക എന്നതാണ്. 2. 3, ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഹൽ ആമൽതമഹു ബിദ്ദിർഹമി വദ്ദീനാർ, അയാളായിട്ട് പൈസന്റെ ഇടപാട് നടത്തിയത്. സാറേ ഒരു 1000 രൂപ വാങ്ങുന്നു. അപ്പൊ 1000 രൂപ, ആ 1000 രൂപ നിങ്ങൾക്ക് അടുത്ത ആഴ്ച തരാൻ പറയും. അടുത്ത ആഴ്ച എന്ന് പറയുന്നതിന്റെ തൊട്ട് തലേന്ന് 1000 രൂപ കൊണ്ട് ഓ ഇവനാണ് ഉഷാറാണ്. പിന്നെ മോനെ സാറ് അത്യാവശ്യമായിട്ട് ഒരു 50,000 രൂപ സുഹൃത്ത് 50,000 രൂപ വേണമെന്ന് പറയും. ഇപ്പൊ നല്ല വിശ്വസ്തനാണല്ലോ. 50,000 രൂപ, ആ 50,000 വിവരം എന്താണ്? ഇതിപ്പോ ഒരു കടം, സത്യത്തിൽ കടം കൊടുക്കാൻ ഭയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആമൽ എന്ന് പറഞ്ഞപ്പോ നാടിയത് പറഞ്ഞതാ. കടം കൊടുത്തവൻ പ്രതിയാക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിയാകുന്ന ഒരു കാലാണ്. ഒരു വട്ടം ചോദിച്ചാൽ എന്നോടല്ലേ ഞാൻ തരാന്ന് പറഞ്ഞു. എടാ ഈ പൈസ കൊണ്ട് എന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു, എന്റെ ഇല്ലാണ്ടല്ലേ ഞാൻ തരാത്തത്. പാറ കുറ്റക്കാരനാണ്. അതുകൊണ്ട് കടം ചോദിക്കുമ്പോൾ ഏറ്റവും നല്ല എന്താ അറിയും, ഒരു 10,000 രൂപ ചോദിച്ചപ്പോ
എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ ഇപ്പൊ എന്താ ചെയ്യുള്ളൂ വെച്ചാൽ നമ്മളെ സുഹൃത്ത് ബന്ധം തെറ്റായിരിക്കാൻ ഒരാൾ 10,000 റുപ്യ കൊണ്ടാന്ന് ഞാൻ പറയും, ഈ ഇതേമായി ഒരു 20 സുഹൃത്തുക്കൾ വിളിച്ചു, ഒരു 500 റുപ്യ ഞാൻ തരാം, ഫ്രീ ആയിട്ട് വീട്ടണ്ട, എന്നാ പിന്നെ ഞാൻ കാത്തുക്കണ്ടല്ലോ, ഒരിക്കലും കൂലിയാവും. നല്ല കാര്യം, അങ്ങനെ ചെയ്യാൻ നല്ലത്. 10,000 റുപ്യ എടുക്കുമ്പോൾ ഇതേപോലെ എൻ്റെ ഒരു 20 സുഹൃത്തുക്കളോട് ചോദിച്ചോ, ഒരു 500 റുപ്യ ഞാൻ എനിക്ക് സ്വതക്കായിട്ട് ചോദിച്ചു, അതിന് തിരിച്ചു തരണ്ട. അതാണ് ഏറ്റവും നല്ല ഇടപാട്. എന്നാ പിന്നെ പ്രശ്നം. എന്നാ കടം കൊടുക്കലോ, സ്വതക്ക കൊടുക്കുന്നതിലേറെ പ്രതിഫലമുള്ള ഇബാദത്താണ് കടം കൊടുക്കുക എന്നുള്ളത്. കടം കൊടുക്കുക എന്നത് വലിയ ഇബാദത്താണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യണം? പലപ്പോഴും ബന്ധങ്ങൾ അസ്തമിച്ചു പോകാൻ അത് കാരണമാകും. ഏതായിരുന്നാലും നമ്മൾ ആയത്തിലേക്ക് ഇനി ഒരു അത്ഭുതം പറയട്ടെ. ഖുർആനിൽ ഈ 4 പദങ്ങൾ വേറെ എവിടെയും വന്നിട്ടില്ല. ഈ ഒരു സൂറയിലല്ലാതെ ഈ പദങ്ങൾ പിന്നെ വന്നിട്ടേയില്ല. ഏത്? റിഹ്ലത്ത്, ഖുറൈശ്, റിഹ്ലത്ത്, ശിതാഇ, സ്വൈഫ്. റിഹ്ലത്ത്, ഖുറൈശ്, ശിതാഇ, സ്വൈഫ്. ആ ഒരു ആയത്ത്, ഈ ഒരു ആയത്ത് അങ്ങനെ തന്നെ. പിന്നെ ഇതിലെ ഒരു പദങ്ങളും റിപ്പീറ്റേഷൻ വരുന്നില്ല ഖുർആൻ എവിടെയില്ല. لإيلاف قريش إيلافهم رحلة الشتاء والصيف. ഈ 4 പദങ്ങൾ ഖുർആനിൽ വേറെ എവിടെയും ആവർത്തിച്ചിട്ടില്ല എന്ന് മുഫസ്സിരീങ്ങൾ പറയാണ്. ഇനി നോക്കണേ നിങ്ങൾ, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഭവനത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. അല്ലാഹു ഖുറൈശികളോട് പറയാണ്, ഖുറൈശികളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. ഇവിടെ റബ്ബ ഹാദൽ ബൈത്ത്, ചിലയിടങ്ങളിൽ അല്ലാഹു തആല തന്നിലേക്ക് ഭവനത്തെ ചേർക്കും, ചില സമയങ്ങളിൽ ഭവനത്തിലേക്ക് തന്നെ ചേർക്കും. രണ്ടുമുണ്ട്. ഒന്ന്, ഇവിടെ ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഇത്രയും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയ ഭവനത്തിന്റെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അപ്പൊ ഖുറൈശികളോട് പറയുന്നത്, ആളുകളോട് പറയുന്നത്, ആ കഅബയുടെ നാഥനെ ആരാധിക്കുക. കഅബയുടെ നാഥൻ, കഅബയുടെ നാഥൻ. ഇനി പറയുന്ന വേറൊരു ഭാഗം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്, വഔഹൈനാ ഇലാ ഇബ്രാഹിം വഇസ്മാഈല അൻ തുഹിറാ ബൈതി ബൈതി ലിത്വാഇഫീൻ. ബൈതി, എന്റെ വീട്. അവിടെ അല്ലാഹുവിന്റെ ശൈലി മാറി, എന്റെ വീട്. ഭവനത്തിന്റെ റബ്ബിനെ, റബ്ബിന്റെ ഭവനത്തിന്, ഭവനത്തിന്റെ റബ്ബിനെ, റബ്ബിന്റെ ഭവനത്തിന്. 2 ഭാഗത്തും 2 തരം പ്രയോഗം എന്ന് പറഞ്ഞാൽ, ചിലയിടങ്ങളിൽ അല്ലാഹു ആ കഅബയുടെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കി തരാനാണ് എന്റെ വീട് എന്ന് പറയുന്നത്. അൻതുഹിറ ബൈതി, എന്റെ ഭവനം നമ്മൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ മഹത്തരമായ ഭവനമാണ്. എന്നാൽ ഖുറൈശികളോട് അല്ലാഹു അവരുടെ മനസ്സിൽ കഅബ ആദ്യമേ മനോഹരമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിലേക്ക് വഴിപ്പെടാൻ അവർ കഅബയിലൂടെ പടച്ചവനിലേക്ക് തിരിയാനാണ് ആ കഅബയുടെ മഹത്വം വെച്ച് അല്ലാഹു പറയുന്നത്. ഇനി ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അൽ ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം കഅബയാണ്. കഅബ എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭവനമാണ്. അവന്റെ നമസ്കാരത്തിന്റെ ഖിബ്ലയാണ്, അവന്റെ പ്രാർത്ഥനകളുടെ ഖിബ്ലയാണ്. മയ്യത്ത് മരണപ്പെട്ടാൽ ആ മയ്യത്ത് ഖബറിൽ കിടത്തേണ്ടത് അങ്ങനെയാണ്. പലയിടങ്ങളിലും ശ്രദ്ധയില്ലായ്മ, പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാൻ പറ്റും. ചിലയിടങ്ങളിലൊക്കെ ഒരു മയ്യത്തിനെ ഖബറടക്കം നടത്തിയിട്ട് ഖിബ്ല തെറ്റിക്കടന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഖബർ പൊളിച്ചിട്ട് മാറ്റണമെന്നാണ്. അയാൾ ഖിബ്ലയിലേക്ക് തിരിച്ച് കടത്തൽ നിർബന്ധമാണ്. എങ്ങനെ? ഒരു മയ്യത്ത് ഖബറടക്കി നമ്മൾ പോന്നു, രാത്രി വീട്ടിലെത്തി, പിറ്റേന്ന് രാവിലെ ഖബർസ്ഥാനിൽ പോയിരിക്കുമ്പോ ഖബർ ഇങ്ങനെയാണല്ലോ, അല്ലോ ഖിബ്ല പറ്റ തെറ്റിക്കണല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏതായാലും മണ്ണിട്ട് മൂടിയിൽ ഇനിയിപ്പോ ഒന്നും പറയണ്ട, പറ്റൂല, വാജിബാണ്, നിർബന്ധമാണ്. ഖബർ കുഴിച്ച് ആ മയ്യത്തിനെ ശരിക്ക് ഖബറിൽ ഖിബ്ലക്ക് തിരിച്ച് കിടത്തണം. ഇത് ഖബർ കുഴിക്കുന്ന ആളുകളുള്ള എല്ലാ ഭാഗത്തും, അതേപോലെ നമ്മളുടെ ആരൊക്കെ നമ്മളെ ഖബർ കുഴിക്കുന്നവരുണ്ടോ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. ഒരു ചിലപ്പോൾ ഏകദേശം അപ്പുറത്തുള്ള മതിൽ ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ ആ മതിലിനനുസരിച്ച് പാടില്ല. അങ്ങനെ ആ
മയ്യത്ത് നുരുമ്പിയിട്ടില്ല എന്ന് ഉറപ്പുള്ള കാലത്തോളം ആ ഖബർ തിരികെ കുഴിച്ച് മയ്യത്തിനെ ശരിക്ക് കടത്താൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ഇനി മഹാനായ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ട്, എങ്ങനെ ഖിബലക്ക് തിരിച്ചു കടത്തിയാലും ഒരു ഖിബലക്ക് തിരിഞ്ഞ് കടക്കൂല, മണ്ണിട്ട് മൂടിപ്പോന്നാൽ അള്ളാഹു അവരെ തിരിച്ചു കടത്തുന്ന പറഞ്ഞ ഒരു വിഭാഗം. അതാരാ? ഒരു മദ്യപാനി മരിച്ച് ഖബറിലടക്കണേ, പിന്നീട് ഖബർ തുറന്ന് അകമിൽ നോക്കണേ, കാണുന്നതാ മുഖം ഖിബല തെറ്റി മറിഞ്ഞതാ എന്ന് ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതായി. ഇബ്നു മസ്ഊദ്, നിങ്ങൾ ഇബ്നു മസ്ഊദിനെ കൊന്നോളി. ഒരു മദ്യപാനിയായ മനുഷ്യൻ തൗബ ചെയ്യാതെ മരിച്ചു വെച്ച് ഖിബലക്കനെ കടത്തിച്ച് പിന്നെ നിങ്ങൾ ആ ഖബർ തുറന്നു നോക്കിയപ്പോൾ അയാൾ ഖിബലക്കനെ തിരിഞ്ഞ് കിടക്കണ്ടെങ്കിൽ നിങ്ങൾ ഇന്നെ കൊണ്ടാണ് കൊന്നോളി. കിടത്തൂലാണോ? മദ്യപാനി തൗബ ചെയ്യാതെ മരിച്ചാൽ ഖിബലക്ക് തിരിഞ്ഞ് കിടക്കാൻ ശ്രമിക്കും. ഇനി ഖിബലക്കുള്ള ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് ഖിബലക്ക് തിരിഞ്ഞ് കിടന്നിട്ട് സുന്നത്ത്. ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എഞ്ചിനീയർക്ക് പ്ലാനർ കൊടുത്തിട്ട് തോന്നിയതുപോലെ വീടുണ്ടാക്കാൻ പറയുന്നു. പലപ്പോഴും വീട് ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ തിരിയുക. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കട്ടിലെവിടെ ഉണ്ടോ അപ്പൊ ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. അവിടെ 2 ബാത്റൂം വേണം, 4 അറ്റാച്ച്ഡ് വേണം, ഇത്ര നമുക്ക് നിയമമുണ്ട്. 4 അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള വരെ ഉണ്ടാക്കിക്കോളൂ. എന്നിട്ടോ കട്ടിലെവിടെ ഇടുക? അതെങ്ങാനും ആ പ്ലാനിങ്ങിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മരിക്കുന്നത് വരെ ഒരു സുന്നത്ത് കിട്ടുമായിരുന്നു. മാത്രമല്ല, എത്ര പേര് ഉറക്കിൽ മരിക്കുന്നു, ഖിബലക്ക് തിരിഞ്ഞു കിടന്ന് മരിക്കാൻ പാകില്ല. ശ്രദ്ധയില്ലായ്മ കൊണ്ട് വലിയൊരു വിവാദത്ത് നഷ്ടപ്പെട്ടു പോകും. എന്താ? ആ എഞ്ചിനീയറോട് വരയ്ക്കാൻ പറയുമ്പോ പറയണം ഖിബലക്ക് തിരിഞ്ഞു കിടക്കുന്ന രൂപത്തിൽ കട്ടിലിടണം. അപ്പൊ ഖിബലക്ക് തിരിഞ്ഞു കിടക്കുന്ന രൂപത്തിൽ എങ്ങനെ കട്ടിലുണ്ടാക്കുക? അപ്പൊ എപ്പോഴും ഒരു മനുഷ്യൻ ഇങ്ങനെ വലതുഭാഗം ചെയ്ത് ഖിബലക്ക് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കാൻ പറ്റുമോ? അങ്ങനെ കിടക്കണമെന്നില്ല. നമ്മളെ നാട്ടിൽ മയ്യത്ത് കിടത്തുന്ന രൂപത്തിൽ കിടത്തിയാൽ മതി. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് വഅലൈഹി അമലു, ഒരു മയ്യത്ത് കടത്താൻ ഏറ്റവും അഫ്ളലായ രൂപം ഖബർ മയ്യത്ത് നല്ല ഒരു മനുഷ്യൻ കടത്തുമ്പോഴും മയ്യത്ത് കടത്തുമ്പോഴൊക്കെ ഏറ്റവും അഫ്ളലായ രൂപമാണ് ഖബറിൽ കടത്തുന്ന രൂപമാണ്. ഏത്? വലത് ഭാഗം ചരിച്ച് ഖിബലയിലേക്ക് അഭിമുഖമായി കിടത്തുക. ഉദാഹരണം, ഖിബല ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതൊന്നല്ല, എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസാല മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറയാണ്. നിങ്ങൾ ഞങ്ങൾക്കൊന്നും അറിയാത്ത നിങ്ങൾ ഇങ്ങനെ വലിയ കാര്യമായിട്ട് പറയണ്ട എന്ന് നിങ്ങൾ മനസ്സിൽ തോന്നണ്ട. എനിക്ക് അങ്ങനെ തോന്നിയിട്ടല്ല, ചെറിയ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് ശ്രദ്ധിക്കാലോ എന്നതുകൊണ്ട് പറയാണ്. ഏറ്റവും അഫ്ളലായ രൂപം വലതു ഭാഗം ചരിച്ചിട്ട്. അപ്പൊ ഇതാണ് ഖിബല. ഇത് ഖിബലയാകുമ്പോൾ മയ്യത്തിനെ വലതു ഭാഗം ചരിച്ചിട്ട് വലതു ഭാഗത്തിന്റെ മേൽ കിടത്തുക. വലതു ഭാഗം അടിയിൽ അങ്ങനെ മയ്യത്തിനെ നമ്മൾ ഖബറിലൊക്കെ കിടത്തുന്നതായിരുന്നു. എന്നിട്ട് ഖിബലയിലേക്ക് മുഖവും, അപ്പം മയ്യത്തിന്റെ മുൻഭാഗം മുഴുവൻ ഖിബലയുടെ ഭാഗത്തേക്ക്. അതിന് പറ്റിയില്ലെങ്കിൽ നേരെ ഇടതു ഭാഗം, ഈ ഭാഗം ഇങ്ങനെ ഇടതു ഭാഗം താഴെ, എന്നിട്ട് ഖിബലയിലേക്ക് അഭിമുഖമായിട്ട്. ഈ 2 രൂപവും കഴിയില്ലെങ്കിൽ മൂന്നാമത്തെ രൂപം, നമ്മളിപ്പോ നേരെ ഒരാൾ കാല് ഖിബലക്ക് നീട്ടിയാൽ കാണുന്ന എങ്ങനെയാണ് ആ രൂപം. ഈ എങ്ങനെ സാധാരണ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരാള് ബാക്കിലേക്ക് ഇങ്ങനെ കടന്നാല് ഈ കാല് ഖിബലയിലേക്ക് ആകുക എന്നത് അത് ഖിബലന്റെ നേരെ കാല് നീട്ടരുത്. എനിക്ക് തോന്നുന്നത് അത് ഈ മുസാഫിന്റെ നേരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നതിൽ നിന്ന് വന്ന ഒരു പ്രയോഗമായിരിക്കും. ഖിബലക്ക് നേരെ കാല് നീട്ടരുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരാൾ കടക്കുമ്പോൾ ഖിബലന്റെ നേരെയാണ് കാല് വരിക. മൂന്നാമത്തെ രൂപം അതാണ് നമ്മളെ കടത്തത്തിൽ വരിക. അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ കടത്തം കമിഴ്ന്ന് കിടക്കലാണ്, വയറിന്റെ മേൽ. തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഏറ്റവും ശപിച്ച കടത്തമാണത്. അള്ളാഹു ശപിച്ച കടത്തമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കടത്തമാണ് ആണുങ്ങൾ കമിഴ്ന്ന് കിടക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾ കവിഴ്ന്ന് കിടക്കാൻ പാടില്ല, പിന്നെ എപ്പോഴും ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല കടത്തേതാണ് വലത് കിടക്കണം. ഈ മൂന്നാമത്തെ കിടത്തം ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഫത്വയിൽ കൊണ്ടുവന്നിട്ട് തൊട്ട് ശേഷം ഇബ്നു ഹജർ തങ്ങൾ പറയണം വഅലൈഹി അമലു, നമ്മളെ നാട്ടിൽ മയ്യത്ത് കടത്തുന്ന രൂപം അതാണ്. അപ്പോ കാരണം എന്താ, മയ്യത്തിനെ മറ്റേ നിലയ്ക്ക് കടത്തണമെങ്കിൽ ഇപ്പോ കാണാൻ വെക്കുമ്പോ
കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ കിടത്തുന്ന നേരത്തെ മയ്യത്തിനെ വെക്കുമ്പോ ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ കിടത്താൻ കിടത്തുന്നത്. കാരണം ഒന്നാമത്തെ കിടത്താൻ കിടത്താൻ കഴിയില്ല. കാരണം മയ്യത്തിനെ ചിരിച്ചിങ്ങനെ കിടത്തേണ്ടി വരുന്ന ആൾക്കാർക്ക് മുഖം കാണാനും പറ്റില്ല. പിന്നെ ഒരു തലയണ വെച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ മയ്യത്ത് മറിഞ്ഞു കൊണ്ടായിരിക്കും അവിടെ ഇവിടെ എന്തെങ്കിലും വെച്ചു കൊടുക്കേണ്ടി വരും. ആ ഒന്നാമത്തെ കിടത്തോ രണ്ടാമത്തെ കിടത്തോ കിടത്താൻ കഴിയില്ല. അപ്പൊ മയ്യത്ത് കിടത്തേണ്ട മൂന്നാമത്തെ രൂപേത കാല് ചെവിലൊക്കെ തലന്റെ അടിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഹൈറ്റ് വെച്ച് കൊടുത്തിട്ട് അപ്പൊ ആ മുഖവും ചെറുതായിട്ട് കാല് ഇങ്ങനെ മുൻഭാഗം കിബിലയിലേക്ക് കിടക്കേണ്ടത്. അതാണ് അഫ്ളലായത്. ചില ആളുകൾ ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്. കിബിലിന്റെ അടുത്ത് കാല് നിർത്താൻ പാടില്ലല്ലോ, തല കിബിലാക്കാക്കും. അതിന്റെ രൂപമേ അല്ല. അപ്പൊ കിബിലയിലേക്ക് തൗജീഹ് വരുന്നേ ഇല്ലല്ലോ. ഇപ്പൊ ഇതാണ് ഇതിന്റെ രൂപം, മൂന്നാമത്തെ രൂപം. ഈ രൂപം ബെഡ്റൂമുകളിൽ സ്വീകരിക്കാൻ പറ്റും. എഞ്ചിനീയർമാരോട് പറയാം, കട്ടിലുണ്ടാക്കുമ്പോൾ കിബിലയുടെ ഭാഗത്തേക്ക് കട്ടിൽ വരുന്ന രൂപത്തിലേക്കാണ്. നമ്മൾ സാധാരണ പോയി കിടക്കലേതായിരുന്നു ഈ കിടത്തായിരിക്കും. ഇങ്ങനെ കിടന്നാൽ ഉറങ്ങുമ്പോൾ ആ കിബിലയിലേക്കുള്ള കിടത്തം എന്ന സുന്നത്ത് കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മയ്യത്ത് കിടത്തേണ്ടത് അങ്ങനെയാണ്. ആദാബിന്റെ മുമ്പിൽ അങ്ങനെയുണ്ട്. അറബ് നടത്തുന്ന മൃഗത്തെ കിബിലയിലേക്ക് മുന്നരിക്കണം എന്നുണ്ട്. ഇതൊക്കെ കിബിലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കഅബയെ നമ്മൾ അത്രത്തോളം മാനിക്കണം. അതത്ര 4000 കിലോമീറ്റർ അപ്പുറത്തല്ലേ. അത് വിചാരിച്ചിട്ട് മറയില്ലാതെ നീ എങ്ങാനും കിബിലയുടെ ഭാഗത്തേക്ക് ഇരുന്ന് മൂത്രയിച്ചാൽ ഹറാം, കാഷ്ടിച്ചാൽ ഹറാം. വയഹ്റുമു ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി വസ്തിദ്ബാറുഹു ബിൽ ബൗലി അബിൽ ഗായിസ്. കാഷ്ടിക്കുന്ന നേരത്ത് മൂത്രിക്കുന്ന നേരത്ത് മറയില്ല. ചില ആളുകൾക്ക് അതിൽ വസ്വാസങ്ങൾ. വീട്ടിന്റെ ഉള്ളിൽ ടോയ്ലറ്റ് കിബിലാക്ക് തിരിഞ്ഞ കോലത്തിലാണ്. കുഴപ്പമില്ല, കാരണം ടോയ്ലറ്റിന്റെ ചുവരുകൾ അതിന്റെ മറയാണ്. ഹാൻഡിൽ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, മറയുണ്ടെങ്കിൽ പ്രശ്നമില്ല. മറയുണ്ടെങ്കിൽ പ്രശ്നമല്ല, മറയില്ലെങ്കിൽ അത് ഹറാമ് വരും. ഹറാമ് വരും. ഏത് കിബിലയുടെ ഭാഗത്തേക്ക് മുന്നിട്ട് മൂത്രമൊഴിക്കുന്നതും കിബിലയുടെ ഭാഗത്തേക്ക് ഇരുന്ന് കാഷ്ടിക്കുന്നതും അങ്ങോട്ട് മുന്നിടാനും പിന്നിടാനും പാടില്ല. അത് ഹറാമ് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ആയത്തിലേക്ക് വരികയാണ്. ഈ പരിശുദ്ധമായ ഭവനത്തിന്റെ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. എന്തേ ആ റബ്ബ് അവർക്ക് ചെയ്തു കൊടുത്ത 2 അനുഗ്രഹങ്ങളെയാണ് ഇനി അല്ലാഹു പറയുന്നത്. അല്ലദീ അത്അമഹും മിൻ അവർക്ക് പട്ടിണിയിൽ നിന്ന് അല്ലാഹു ഭക്ഷണം നൽകിയില്ലയോ? ഒരു മനുഷ്യന്റെ അടിസ്ഥാനമായ ആവശ്യമാണ് അവന്റെ ഭക്ഷണം. സമാധാനവും ഭക്ഷണവും ഒരു മനുഷ്യന്റെ അടിസ്ഥാനമായ കാര്യങ്ങളാണ്. ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഭക്ഷണം കുഞ്ഞിന് വേണം. ഒരു സമൂഹത്തിന് ഭക്ഷണത്തിന്റെ സെക്യൂരിറ്റി ഉണ്ടാവും. അവിടെ വിശുദ്ധമായ ഖുർആൻ നമ്മൾ പറയുന്നത് ഇവിടെ അവർ അല്ലാഹുവിനെ ആരാധന നടത്തട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂ. അവർക്ക് ഭക്ഷണം നൽകിയവൻ റബ്ബാണ്. അല്ലാഹുവാണ് ഭക്ഷണം നൽകുന്നവൻ. ഭക്ഷണവും ഇബാദത്തും തമ്മിൽ ബന്ധമുണ്ട്. ഇബാദത്ത് ഭക്ഷണത്തെ വലിച്ചു കൊണ്ടുവരുന്നു എന്നതാണ്. ഒരായത്ത് നോക്കൂ നിങ്ങൾ, സൂറത്ത് ത്വാഹ. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നബിയെ, അങ്ങയുടെ കുടുംബത്തോട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പറയണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്. നബിയെ, അങ്ങയുടെ കുടുംബത്തോട് നിങ്ങൾ നിസ്കരിക്കാൻ പറയണം. വസ്തബിർ അലൈഹാ. കുടുംബത്തോട് നിസ്കരിക്കാൻ പറയുമ്പോൾ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. കാരണം എന്താണ്? ഒരുപാട് എതിർപ്പുണ്ടാവും. ഭാര്യനെ കൊണ്ടും മക്കളെ കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ നിസ്കരിപ്പിക്കുകയാണെങ്കിൽ അയാൾ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താണ്? ലാ നസ്അലുക റിസ്ഖാ. ഒരു വീട്ടിലുള്ളവർ മുഴുവൻ നിസ്കരിക്കുന്നവരാണെങ്കിൽ ലാ നസ്അലുക റിസ്ഖാ. ആ വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യം നിങ്ങൾ പേടിക്കേണ്ടതില്ല. നഹ്നു നർസുഖുക. ആ വീട്ടിലെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വൽ ആഖിബതു ലിത്തഖ്വാ. ആ വീട്ടിൽ നാം നല്ല മരണവും നൽകുന്നതാണ്. ഒരു വീട്ടിലെ റിസ്ക് മുടങ്ങരുത് എന്നും ഒരു വീട്ടിൽ നല്ല മരണം കിട്ടണം എന്നും ആഗ്രഹമുണ്ടോ? എന്നാൽ അവിടുത്തെ ബാപ്പയും ഉമ്മയും കുടുംബക്കാരും മുഴുവൻ നിസ്കരിക്കണം എന്നതാണ് ഷർത്ത്. അതാണ് കണ്ടീഷൻ. ബാപ്പ നിസ്കരിക്കുന്നു, മക്കളെ നിസ്കരിപ്പിക്കുന്നില്ല, അങ്ങനെ ആവാൻ പാടില്ല.
മഹാന്മാരായ സഹാബാ കിറാം പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഞങ്ങൾ മദീന പള്ളിയിൽ വന്നപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കാണാനില്ല. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തേ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് നിങ്ങൾക്ക് പറ്റിയത്? സ്വഹാബത്ത് പറഞ്ഞു, ഇന്നഹു രോഗിയായി വീട്ടിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇബ്നു മസ്ഊദ് തങ്ങളെ കാണാൻ ഞങ്ങൾ ഒന്നിച്ചിട്ട് മൂപ്പരെ വീട്ടിലേക്ക് പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെന്നോക്കുമ്പോ മൂപ്പര് വീട്ടിന്റെ ഉള്ളിൽ അദ്കാറിലാണ്. ഞങ്ങൾ വാതിൽക്കലെത്തിയപ്പോൾ ഫഖറജത്ത് ജാരിയത്തുൻ, ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഒരു കുഞ്ഞുമോള് വന്നിട്ട് പറഞ്ഞു, ഉപ്പച്ചി നിങ്ങളോട് വീട്ടിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു, വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഉള്ളിലേക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിച്ച് റെസ്റ്റ് ചെയ്തിരിക്കാൻ സുഖമില്ല. അപ്പൊ സ്വഹാബത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുക. അപ്പോ അവര് വന്നു എന്നറിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാതിൽക്കലേക്ക് കുഞ്ഞുമോളെ വിട്ടിട്ട് അവരോട് വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ സ്വഹാബത്ത് പ്രവേശിക്കുന്നില്ല. ഒരല്പനേരം ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് അവർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റൂമിലേക്ക് കയറി വന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് മോളെ വിട്ടിട്ട് വേഗം കയറി വരാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണല്ലോ കയറി വന്നത്, അതെന്തെങ്കിലും അങ്ങനെ സ്വീകരിച്ചു? അപ്പൊ അവര് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങളെ അന്ന ബഅദ അഹ്ലിൽ ബൈത്തി മദീന പള്ളിയിൽ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി ഖദാ ആവാനുള്ള നേരമൊന്നും ആയിട്ടില്ലല്ലോ. ഞങ്ങൾ വിചാരിച്ചു കുട്ടികൾ ആരെങ്കിലും ഒക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിലോ. ഇബ്നു മസ്ഊദ് നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഹാളിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളെ റൂമ് കൊച്ചടിക്കാൻ കയറി വന്ന പോലെ അവിടത്തോ എന്തെങ്കിലും ഞങ്ങൾ കണ്ടാലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പുറത്തുന്നത്. എങ്ങനെ? മദീന പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ സഹാബത്ത് ഇറങ്ങിയിട്ട് ഇബ്നു മസ്ഊദ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. വാതിൽക്കല്ലുണ്ട്. അപ്പൊ മോളെ പറഞ്ഞിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓല് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത്. അപ്പൊ ഇബ്നു മസ്ഊദ് തങ്ങൾ നിങ്ങളെന്താ വെയിറ്റ് ചെയ്തത്, പെട്ടെന്ന് കയറി വരണ്ടേ, ഞാൻ വിളിച്ചാൽ. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു നിങ്ങളെ റൂമിലേക്ക് വരുന്ന വഴിയിൽ അവിടെ ഹാളിലോ വരാന്തയിലോ കുട്ടികൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയെ പെൺമക്കൾ ആരെങ്കിലും ഒക്കെ പായിട്ട് കിടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ വർത്തമാനം പറഞ്ഞപ്പോൾ രോഗിയായി കിടന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിരിപ്പിലങ്ങ് ചാരിയിരുന്നു. ആ മുഖത്ത് വല്ലാത്ത ക്രോധമുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, അമനതും ബിആലി ഇബ്നി ഉമ്മി അബദിൻ ഗഫലാ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനെ കുറിച്ച് നിങ്ങൾ എന്തേ മനസ്സിലാക്കിയത്? എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഞാനാണ് നിസ്കരിക്കാൻ വരിക, അല്ലെങ്കിൽ ഞാൻ നീച്ച് നിസ്കരിക്കാൻ എന്റെ കുട്ടികളങ്ങനെ ഉറങ്ങുക, അതിന്റെ പേരിൽ നടക്കൂല. ഞാൻ നീച്ച എന്റെ കുട്ടികളെ ഞാൻ വിളിക്കും, എന്റെ ഭാര്യയെ ഞാൻ വിളിക്കും. ഞാൻ നിസ്കരിക്കുക, എന്റെ കുട്ടികളെ ഇവിടെ കടന്നുറങ്ങുക, അങ്ങനെ ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചോ? അവനത്തും ഞാൻ എന്റെ കുട്ടികളെന്ന ഒരു ബാധ്യത എനിക്കില്ല, ഞാൻ എന്റെ നിസ്കാരം മാത്രം നോക്കുന്ന ആളാണ് നിങ്ങൾ വിചാരിച്ച്? അല്ലട്ടോ, ഞാൻ എന്റെ കുട്ടികളെ നിസ്കാരം നോക്കുന്ന ആളാണ്. ഞാൻ ഓലി നീച്ച് നിസ്കരിപ്പിക്കും. എങ്ങനെ ഒരു കുടുംബം മുഴുവൻ നിസ്കരിച്ചാലുള്ള നേട്ടമാണ് അല്ലാഹു പറഞ്ഞത്, നഹ്നു നർസുഖു. ആ വീട്ടിൽ റിസ്ഖിന്റെ ബുദ്ധിമുട്ടുണ്ടാകില്ല. വൽ ആഖിബത്തു ലിത്തഖ്വാ, അവിടെ നല്ല മരണവും ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹത്തിന്റെ ഭക്ഷണം അല്ലാഹു അവന് അനുഗ്രഹമായി നൽകുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു ഫല്യഅബ്ദു, അവർ ആരാധിക്കട്ടെ, റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂ, അവർക്ക് പട്ടിണിയിൽ നിന്ന് ഭക്ഷണം നൽകിയ റബ്ബിനെ അവർ ആരാധിക്കട്ടെ. ഇനി നോക്കണം, ഈ സൂറത്ത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് പറയുന്നത്? അടുത്ത സൂറത്ത് ഏതാ? നമ്മൾ ചർച്ചയിൽ പോയ സൂറത്താണ്. അടുത്ത സൂറത്ത് ഏതാ? أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين الذي أطعمهم من جوع. നിങ്ങൾക്ക് ഭക്ഷണം തന്നവനാണ് അല്ലാഹു,
നിങ്ങൾക്ക് ഭക്ഷണം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭക്ഷണത്തിൽ മറ്റുള്ളവരെ കൂടി ഷെയറാക്കണം. 8 ബില്യൺ ജനങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ലോകത്ത് പാകം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും 733 മില്യൺ ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയിലാണ് എന്നാണ് കണക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്ത് 11 ആളെ എടുത്താൽ ഒരാൾ പട്ടിണി കിടക്കുന്നയാളാണ്. അത് ആഫ്രിക്കയിലാണെങ്കിൽ 5 ആളുകളെ എടുത്താൽ അതിലൊരാൾ പട്ടിണിയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മറക്കല്ല. ഫൽയഅബ്ദു, അവർ അല്ലാഹുവിനോട് കടപ്പാട് കാണിക്കട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, അവൻ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലയോ? ഭക്ഷണം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയാൻ മറക്കരുത്. 11 പേരെ എടുത്താൽ ഒരാള് പട്ടിണിയാണ്. ലോകത്തുള്ള 11 ആളെടുത്താൽ ഒരാൾ പട്ടിണിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 11 ആളിൽ ഒരാള് ഞാനല്ലല്ലോ. അൽഹംദുലില്ലാഹ്. ഇനി എന്റെ മനസ്സിൽ ഏറ്റവും സമാധാനം നൽകിയ ഒരു ഹദീസുണ്ട്. ആ ഹദീസ് നമുക്ക് അമൽ ചെയ്യാവുന്ന ഹദീസ്. അത് ഏറ്റവും ഒരു സമാധാനം നൽകുന്ന ഒരു ഹദീസാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കണേ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയും അത് ഹസനാണ് എന്ന് പിന്നെ ശാരീരിക അതേപോലെ പിന്നെ ഹദീസ് പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തുകയും ചെയ്ത ഹദീസാണ്. അതേതാ? മൻ റആ മിൻകും മുബ്തല, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു രോഗിയെ കണ്ടാൽ, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. ഇത് ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടം വളരെ പ്രധാനമാണ്. ഒന്ന് നോക്കണല്ലോ. മൻ റആ മിൻകും മുബ്തല, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു പരീക്ഷണം നേരിട്ട വ്യക്തിയെ കണ്ടാൽ, ക്യാൻസർ രോഗിയാവാം, കിഡ്നി പേഷ്യന്റ് ആവാം, അപകടം പറ്റിയ ആളാവാം, കൈ മുറിഞ്ഞു പോയ ആളാവാം, കാല് നഷ്ടപ്പെട്ട ആളാവാം, ശരീരം മുറിച്ചു മാറ്റേണ്ടി വന്ന ആളാവാം, വലിയ ഓപ്പറേഷന് വിധേയമായ ആളാവാം. ആരും നമ്മൾ ഇങ്ങനെ പലരെയും കാണാറുണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ ഒരു രോഗിയെ കണ്ടാൽ ഫഖാൽ, ആ സമയത്ത് അവൻ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ആ രോഗിയെ കേൾപ്പിച്ചിട്ടല്ല, ആ രോഗിയുടെ അടുത്ത് നിന്ന് അല്പമിങ്ങ് മാറിയിട്ട് അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, പടച്ചോനേ ഈ മനുഷ്യന് കൊടുത്ത രോഗത്തിൽ നിന്ന് എന്നെ കാത്ത അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും എന്നൊരാൾ പറഞ്ഞാൽ വഫദ്ദലനി അലാ കതീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല എന്ന ദിക്ർ ഒരാൾ ചൊല്ലിയാൽ ലം യുസിബഹു ദാലികൽ ബലാ, ആ രോഗം ഇത് ചൊല്ലിയ വ്യക്തിക്ക് വരില്ല. മുഹമ്മദ് മുസ്തഫ. എങ്ങനെ അപ്പൊ ഇനി നമുക്കൊരാൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ പറ്റൂല. എന്തിനാ? ക്യാൻസർ രോഗിയായ ഒരാളെ കണ്ടാൽ കുറച്ചിങ്ങോട്ട് മാറി നിന്ന് ഈ ദിക്ർ പഠിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. അൽഹംദുലില്ലാഹ്, ഇദ്ദേഹത്തെ നീ പരീക്ഷിച്ചതുപോലെ റബ്ബേ നീ എന്നെ പരീക്ഷിച്ചില്ലല്ലോ. ലോകത്ത് ഒരുപാട് ആൾക്ക് കൊടുക്കാത്ത അനുഗ്രഹം നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് മനസ്സറിഞ്ഞു പറഞ്ഞാൽ ആ രോഗം പിന്നെ നിനക്ക് വരില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, മുഹമ്മദ് മുസ്തഫ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഞാൻ പിന്നെ ഈ ഒരു ദിക്ർ എന്റെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ വന്ന ഒരു ഭയങ്കരമായ അപകടം പറ്റിയ ഒരാൾ ഇങ്ങനെ വീട്ടിൽ കയറി വന്നപ്പോൾ സഹായം കൊടുത്തതിന് ശേഷം പോകുമ്പോൾ ഞാൻ ഈ ദിക്ർ ചൊല്ലിയപ്പോൾ എന്റെ ഭാര്യ ഇത് ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചു വെച്ചതാണല്ലോ, ഒന്നുകൂടി പറഞ്ഞാലും ഞാൻ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം, അത് നമ്മൾ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യം. അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ഒരു ദിക്ർ എല്ലാവരും പഠിച്ചുകൊള്ളും. എന്ത്? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. ഏത് അപകടം പറ്റിയ ആളെ കണ്ടാലും കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നിട്ട് നമ്മൾ ഇത് ചൊല്ലിയാൽ അവര് വന്ന ആ അപകടം പിന്നെ നമുക്ക് വരില്ല. മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.
അതുകൊണ്ടാണ് ലോകത്ത് വലിയ പട്ടിണി നിരക്കിലൊക്കെ കിടക്കുന്ന 11 പേരെടുത്ത ഒരാൾ പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമുക്ക് രക്ഷ നൽകിയില്ലേ? അപ്പൊ അൽഹംദുലില്ലാ എന്ന ആ ഒരു നല്ല മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. وآمنهم من خوف أطعمهم من جوع അവർക്ക് പട്ടിണിയിൽ നിന്ന് ഭക്ഷണം നൽകിയവൻ അല്ലാഹുവാണ്. وآمنهم من خوف അവർക്ക് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയവനും അല്ലാഹുവാണ്. നിർഭയത്വം ഒരു നാട്ടിലെ സമാധാന അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് സമാധാനം നഷ്ടപ്പെട്ടാലേ നമുക്കറിയുള്ളൂ. അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബി മുആഫൻ ഫീ ജസദി വഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീസത ലഹു ദുനിയാ. 3 അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് പിന്നെ അല്ലാഹുവോട് എന്താ പടച്ചോനെ എനിക്കില്ലാത്തതെന്ന് പറയാൻ ഒരു വകുപ്പില്ല. ദുനിയാവ് മുഴുവൻ കിട്ടിയിട്ടുണ്ട് 3 കാര്യങ്ങളുണ്ടെങ്കിൽ. ഒന്ന്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബി, നേരം വെളുത്തപ്പോൾ പേടിയൊന്നുമില്ല, സമാധാനത്തോടുകൂടെ നേരം വെളുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. മുആഫൻ ഫീ ജസദിഹി, ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ. വഇൻദഹു ഖൂതു യൗമി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലുണ്ട് എങ്കിൽ. ഫകഅന്നമാ ഹിസത ലഹു ദുനിയാ, ദുനിയാവ് മൊത്തം നിനക്ക് കിട്ടി. നീ എന്താ ഇലപ്പുറം? നബിതങ്ങൾ പറയാം, നീ എന്താ ഇലപ്പുറം? അതുകൊണ്ട് എണീക്കുന്ന നേരത്ത് അൽഹംദുലില്ലാ, ഇതെല്ലാം ഉണ്ടായിട്ടല്ലേ എണീക്കുന്നത്? സമാധാന അന്തരീക്ഷം. അതില്ലാത്ത നാട്ടിൽ പോകുമ്പോഴല്ലേ അതിന്റെ വില അറിയാം. സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടിടത്ത് പോകുമ്പോഴാണ് ആ ഒരു വേദനയും സങ്കടവും പ്രയാസവും എത്രയും നമുക്ക് മനസ്സിലാവും. അപ്പോൾ സമാധാനം അല്ലാഹു നൽകിയില്ലേ നിങ്ങൾക്ക് വിശുദ്ധമായ മദീനയിൽ? ഇനി മക്കയിൽ, ഇനി ഇവിടെ മഹാനായ ഇമാം സമഖ്ശരി റളിയല്ലാഹു അൻഹു കശാഫിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ്, മൻ ഖറഅ സൂറത്ത് ഖുറൈശ്, ആരെങ്കിലും സൂറത്ത് ഖുറൈശ് പാരായണം ചെയ്താൽ, ബിഇലാഫി ഖുറൈശ് എന്ന സൂറത്ത് ഒരാൾ ഓതിയാൽ അഅതാഹു അല്ലാഹു 10 ഹസനാത്ത്, അയാൾക്ക് അല്ലാഹു 10 പ്രതിഫലം നൽകും. ബിഅദദി മൻ ത്വാഫ ബിൽ കഅബതി വഅതഖഫ ബിഹാ, എത്ര പേർ കഅബയെ തവാഫ് ചെയ്യുന്നുണ്ടോ, അവിടെ ഇഅ്തികാഫ് ഇരിക്കുന്നുണ്ടോ, അവരുടെയൊക്കെ എണ്ണം അനുസരിച്ച് അതിന് 10 കൊണ്ട് ഗുണിച്ച പ്രതിഫലം അല്ലാഹുവിന് നൽകും എന്ന ഹദീസ് ഇമാം സമഖ്ശരി കശാഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇആനത്തുൽ താലിബീൻ, ഫത്ഹുൽ മുഈന്റെ ഹാഷിയയുടെ ഇആനത്തുൽ താലിബീൻ, അതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഒരാൾ ഭക്ഷണം കഴിച്ച ഉടനെ ലി ഈലാഫി സൂറത്തുൽ ഇഖ്ലാസ് ഓതലും സുന്നത്തും. ഭക്ഷണം കഴിച്ചെണീറ്റാൽ ലി ഈലാഫി ഖുറൈശും സൂറത്തുൽ ഇഖ്ലാസ് മുതൽ സുന്നത്തുണ്ട് പറ്റുന്നവർ. എപ്പോ പ്രത്യേകിച്ച് ഔട്ടർ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ കാര്യം. കാരണം ഞങ്ങളുടെയൊക്കെ ഒരു കാര്യം അബ്ദുറഹ്മാൻ ഉസ്താദ് എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു തരാറുണ്ടായിരുന്നു, لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്ത് ഭക്ഷണത്തിലുള്ള വിഷാംശത്തെ പരിഹരിക്കാൻ പറ്റിയ സൂറത്താണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാൻ ഏറ്റവും നല്ല വഴി കഴിച്ച് കഴിഞ്ഞ് എണീറ്റ് പോരുമ്പോൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ് കൈയ്യടിക്ക് പോരുമ്പോൾ, ഇത് സുന്നത്താണെന്ന് പ്രത്യേകം ഫിഖ്ഹിന്റെ കിതാബ് ഇആനത്തുൽ താലിബീൻ പറഞ്ഞിട്ടുണ്ട്. ഏത്? സൂറത്തുൽ ഖുറൈശും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സൂറത്ത് ഖുറൈശുമായി ബന്ധപ്പെട്ട് അല്ലദീ അത്അമഹും മിൻ ജൂഅ്. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവർ പറയുന്നുണ്ട്, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ഞാൻ എന്തായിരിക്കും ഈ പ്രവാചകന് ആദ്യമായി ലോകത്തോട് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി ചെല്ലുകയാണ്. നബി തങ്ങളുടെ ആദ്യത്തെ പ്രസംഗം മദീനയിൽ വന്ന് നബി തങ്ങളുടെ ഒന്നാമത്തെ പ്രഭാഷണം കേൾക്കാൻ ഞാൻ പോയിരുന്നു. എന്താണ് ഈ പ്രവാചകൻ ആദ്യം പറയാൻ പോണത്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പറഞ്ഞ കാര്യം ഇതാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ എല്ലാവരോടും സലാം പറയണേ. നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണേ. നിങ്ങൾ ബന്ധങ്ങളിൽ വിളക്കി ചേർക്കണമേ.
വസല്ലു വന്നാസു നിയാം, പാതിരാ നമസ്കാരം നിർവഹിക്കണേ. തദ്ഖുലുൽ ജന്നത ബിസലാം, എന്നാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗ്ഗത്തിലേക്ക് പോകാം. നബി തങ്ങളുടെ മദീനയിലെ ഒന്നാമത്തെ പ്രഭാഷണം ഈ 4 ആശയങ്ങളാണ്. അർശുസ്സലാം, സമാധാനത്തിന്റെ ദൂതന്മാരാവുക, ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധം നിലനിർത്തുക, അല്ലാഹുവിന് വേണ്ടി ഏകാന്തമായി നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാം, ഞാൻ ഉറപ്പിച്ചു ഇന്നഹു നബിയ്യുൻ, ഇതൊരു പ്രവാചകൻ തന്നെയാണ്. ദീനിന്റെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഈ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത്. അതിലേക്ക് സഹായിക്കുക എന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ 1:30 മണിയായി ദുആ ചെയ്യുകയാണ്. ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ പറഞ്ഞ ദുആയാണ് മൻ ദഅല്ലാഹ ബിഹ. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവോട് ദുആ ചെയ്താൽ ഇസ്തജാബ്, അവൻ ഉത്തരം കിട്ടുമെന്ന ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിശുദ്ധമായ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. فاعلم أنه لا إله إلا الله، 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 لا إله إلا الله. പടച്ചവനെ ഇത് അവസാന വാക്കാക്കി പറഞ്ഞു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ റബ്ബേ, ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ നിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്നത് നീ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകലവിധ അപരാധങ്ങളും പൊരുത്തപ്പെട്ടു തരാൻ നീ ഇരുത്തമൊരു സബബാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഏതൊരു മനുഷ്യനെ ഏതൊരു തെറ്റു ചെയ്താലും അവന്റെ ഹൃദയത്തിന്റെ ഈമാൻ കുറഞ്ഞു പോകുമെന്നാണ്. അല്ലാഹുവേ, കുറഞ്ഞ ഈമാനിനെ നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിലെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഖൽബിലെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിനക്ക് വഴിപ്പെടുന്ന ഹൃദയം നൽകണേ അല്ലാഹ്. നിനക്ക് ശാക്കിറായ ഹൃദയമാക്കണേ അല്ലാഹ്. നിന്നെ ഓർക്കുന്ന ഹൃദയം നൽകണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മത്തിന്റെ ദിനങ്ങളാണ് വിശുദ്ധമായ റമദാനിലെ. നീ കരുണ ചെയ്തവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് കരുണ ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരിൽ പലരും ആറടി മണ്ണിലാണ് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചവനെ, അവർക്ക് നീ കരുണ ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ കുടുംബത്തിൽ
മക്കളിൽ ബന്ധുമിത്രാദികളിൽ ആരൊക്കെ രോഗികളുണ്ടോ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാഹുവേ. നോമ്പെടുക്കരുത് എന്ന് ഡോക്ടർമാർ പറഞ്ഞതിൽ വിഷമമുള്ള ഒരുപാട് ആളുകളുണ്ട്. പടച്ചവനെ, അങ്ങനെ നോമ്പെടുക്കാൻ പറ്റാത്തവരുടെ പരിപൂർണമായ ശിഫ നൽകണേ നിന്റെ ഒരു ഫരീളത്തുകളും നോമ്പാവട്ടെ നിസ്കാരമാവട്ടെ അല്ലാഹുവേ, നീ നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുടക്കേണ്ടി വരുന്ന മാരക രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ സലാമത്താക്കണേ അത്തരം രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ അവയവങ്ങളിലും നീ ബറക്കത്ത് നൽകണേ ഞങ്ങളുടെ സംസാര ശേഷി നീ നിലനിർത്തണേ ഞങ്ങളുടെ കേൾവി നീ നിലനിർത്തണേ കാഴ്ച നിലനിർത്തണേ ആരോഗ്യം നിലനിർത്തണേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചവനെ, ഞങ്ങളോട് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കണേ സഫലീകരിക്കണേ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഖൽബിലുള്ള ഉദ്ദേശങ്ങളും ഹാസിലാക്കണേ പടച്ചവനെ, വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ മക്കൾ ഞങ്ങളെ പ്രതീക്ഷകളാണ്, സ്വാലിഹീങ്ങളാക്കണേ അനുസരണയുള്ള മക്കളാക്കണേ പടച്ചവനെ, ഞങ്ങളെ മരിച്ചാലും ഞങ്ങളെ ഖബറിൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മണ്ണറ മണിയറയാക്കണേ സ്വർഗത്തിന്റെ കവാടം ആ ഖബറുകളിലേക്ക് തുറന്നു കൊടുക്കണേ സ്വർഗത്തിന്റെ പ്രകാശം പ്രകാശിക്കുന്ന ഖബറാക്കണേ പടച്ചവനെ, നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ഖബറുകളാക്കണേ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഖബറുകളും നീ വെളിച്ചമാക്കണേ പടച്ചവനെ, എന്നാണോ ഞങ്ങളുടെ മരണം അറിയില്ല, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളും പറഞ്ഞു തരാതെ സ്വന്തമായി ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അതുവരെയും ഞങ്ങളുടെ റിസ്ഖ് നീ വിശാലമാക്കി തരണേ നീ തന്ന റിസ്ഖിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്ന സൂറത്താണ് ഇന്ന് ഞങ്ങൾ പഠിച്ചത് അല്ലാഹുവേ. ആ സൂറയിൽ നീ തന്ന ഭക്ഷണം എന്ന അനുഗ്രഹത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് റിസ്ഖ് വിശാലമാക്കി തരണേ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ മാരകമായ രോഗങ്ങൾ വന്ന് ഇന്നത് കഴിക്കരുത് അവസാനം വളരെ ചുരുങ്ങിയ ഭക്ഷണം മാത്രം കഴിച്ച് ഗതി കളയേണ്ടി വരുന്നവരിൽ ഞങ്ങളെ പെടുത്തരുത് റബ്ബേ. എല്ലാ റിസ്ഖും നീ ഞങ്ങൾക്ക് വിശാലമാക്കി തരണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله على محمد اللهم صل على